പണ്ട് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റൊക്കെ കളിച്ച ഒരു ചേട്ടനുണ്ടായിരുന്നു. നന്നായിട്ട് പെയിൻ്റൊക്കെ ചെയ്യും. നല്ലപോലെ പള്ളിയിലായിക്കോട്ടെ എല്ലാം കുറേ കാര്യങ്ങളിൽ ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വൺ ഡേ എവറിത്തിങ് ചേഞ്ച്ഡ്. റൈറ്റ് നൗ ഹീസ് നോൺ ആസ് ദ ഫസ്റ്റ് കേരള ബ്ലൈൻഡ് സോഫ്റ്റ്വെയർ ടെസ്റ്റർ. മാത്രമല്ല നോൺ വിഷ്വൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുകയും മോർ ദാൻ 2000 ആൾക്കാരുടെ ലൈഫ് അപ്ലിഫ്റ്റ് ചെയ്യുകയും ചെയ്ത ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ അജീഷ് തോമസ് ടു ദ പോഡ്കാസ്റ്റ്. വെൽക്കം അജീഷ് ചാ ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു ജോഷ്. ഓക്കെ, ഈ അജീഷ് ചാ എന്ന് വിളിക്കുന്നത് ആക്ച്വലി നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു വിളിയാണ്. അജീഷ് ചാ, ലൈക്ക് ജിജോ ചാ, ജിതിന ചാ എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് നമ്മുടെ പോഡ്കാസ്റ്റിലെല്ലാം ഈ അജീഷ് ചാ എന്നായിരിക്കും ഞാൻ പുള്ളിനെ അഭിസംബോധന ചെയ്യുന്നത്. സോ അജീഷൻ ആക്ച്വലി നമ്മൾ ലെറ്റ്സ് ഗോ ബാക്ക് ടു അവർ ചൈൽഡ്ഹുഡ്. നമ്മൾ ഒരുമിച്ച് ക്രിക്കറ്റൊക്കെ കളിച്ച ഒരു ടൈം ഉണ്ടായിരുന്നു. ഐ തിങ്ക് എനിക്കൊരു 8 വയസ്സ് 6 വയസ്സ് 7 വയസ്സുള്ള സമയം. ആ സമയത്തോട്ട് നമുക്ക് ലൈഫിലോട്ടൊന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ച് പോയാലോ? ആ സമയത്ത് ഹൗ വാസ് യുവർ ലൈഫ്? എങ്ങനെയായിരുന്നു ലൈഫിനെ നോക്കി കാണുന്നത്? എന്തായിരുന്നു വാട്ട് ഈസ് യുവർ എയിം ആൻഡ് ഓൾ ദോസ് തിങ്സ്? അപ്പം അതേതാണ്ട് 20-25 വർഷം അല്ലേ. അപ്പം നമ്മൾ ആ ഒരു സമയം എന്ന് പറയുന്നത് എൻ്റെ കോളേജ് സമയം, ജോഷിൻ്റെ സ്കൂൾ സമയം. അപ്പം അത് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മളൊരു എന്താ പറയുക, നമ്മളുടെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയാൻ പറ്റും, ക്ലിയർ ചൈൽഡ്ഹുഡ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇതൊക്കെ നടന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ജോഷിനെ ഇവിടെ കാണുന്നത് ഭയങ്കര സന്തോഷമുണ്ട്. ഓക്കെ, ജോഷി ഒരു വലിയ ആളായിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വലിയ വലിയ ഇൻ്റർവ്യൂസൊക്കെ എടുത്ത് കാണുന്നതിന് നല്ല സന്തോഷമുണ്ട്. അപ്പം ജോഷി ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ ആ ഒരു സമയം നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഐ തിങ്ക് യു മീൻ മൈ ചൈൽഡ്ഹുഡ് ആൻഡ് ഹൗ ഇറ്റ് വാസ്, കറക്റ്റ്? സോ അപ്പോൾ അങ്ങനെ നോക്കുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ 2 പാർട്ട് ഓഫ് ലൈഫ് ഉണ്ട്. ഒന്ന് കാഴ്ചയുള്ള ഒരു സമയവും പിന്നെ കാഴ്ചയില്ലാത്തൊരു സമയവും. ഇപ്പോൾ കാഴ്ചയുള്ള സമയത്ത് തന്നെ എൻ്റെ ഒരു ജോഷി കാണുന്നൊരു ചൈൽഡ്ഹുഡ്. അപ്പം എൻ്റെ സിറ്റുവേഷൻ അറിയാം, കറക്റ്റ് അല്ലേ? അപ്പോൾ ഒരു വെരി ഫാർമർ ഫാമിലി. അപ്പോൾ അധികം ഭയങ്കര വലിയ എക്സ്പോഷർ ഒന്നും ഇല്ലാത്ത ഒരു ടൈം. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സമയത്ത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വാസ് നോട്ട് ഗുഡ് ഇൻ വാട്ട് ടു സേ ദ തിങ്സ് അറൗണ്ട് വാട്ട് എവർ ഐ വാസ് ഡൂയിങ്. അപ്പോൾ ഭയങ്കര സ്റ്റുഡിയസ് അല്ല, അങ്ങനെ ഒരു സമയം, സ്കൂളിൻ്റെ സമയം. അത് കഴിഞ്ഞിട്ട് ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്ന് നമുക്ക് കെയിമപ്പ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്തു. അപ്പം സ്വയം ഈ NSSൻ്റെ ക്യാമ്പുകളൊക്കെ ഇൻവോൾവ് ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ സ്റ്റേജ് കിട്ടിയ സംസാരിക്കാനുള്ള ശ്രമം, പിന്നെ ലീഡർഷിപ്പ് ആക്ടിവിറ്റിയിൽ നമ്മൾ തന്നെ പുഷ് ചെയ്യുന്ന ഒരു സെൽഫ് ആയിട്ടുണ്ടാക്കുന്ന ഒരു പുഷ്. പിന്നെ എന്താ പറയുക, അതിൻ്റെ കൂട്ടത്തിൽ എങ്ങനെയൊക്കെയോ പെയിൻറ്റിങ് അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റ് സ്കിൽസ് തന്നെ ഡെവലപ്പായി വന്നു. അപ്പോൾ സമയത്തല്ലേ നമ്മൾ പള്ളിയിൽ ഇതൊക്കെ അത് ഡെവലപ്പ് ആവുന്ന എൻ്റെ കോളേജ് ടൈമിൽ നിന്നാണ്. ഞാൻ ഡിപ്ലോമ മെക്കാനിക്കലായിരുന്നല്ലോ പഠിച്ചത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പതുക്കെ ഡെവലപ്പായി വരുവാണ്. അപ്പോൾ ഒന്ന് ഇങ്ങനെ പല റെക്കോർഡ്സ് വരച്ച് അത് ഇറ്റ് വാസ് ഗിവിങ് മീ സം ഏണിംഗ് ആസ് വെൽ ആസ് ഇറ്റ് വാസ് ഇംപ്രൂവ്ഡ് മീ വിത്ത് റെസ്പെക്ട് ടു മൈ ആർട്ടിസ്റ്റിക് സ്കിൽസ്. അപ്പം അതങ്ങനെയാണ് ഡെവലപ്പായത്. ഓക്കെ, അത് പിന്നീട് ഞാൻ പള്ളിയിലും കോളേജിലും ഒക്കെ പല കോമ്പറ്റീഷനിലും പങ്കെടുത്തിട്ട് അപ്പോൾ ഒരു അറൗണ്ട് 2 year 2.5 year അപ്പോൾ പോകുന്നിടത്തെല്ലാം എനിക്ക് പ്രൈസ് കിട്ടാൻ തുടങ്ങി ആ ഒരു ഏരിയയിൽ. പിന്നെ റെസിറ്റേഷൻ ആ സമയത്ത് പാടുമായിരുന്നു കുറച്ചൊക്കെ. അതൊന്നും ഞാൻ പള്ളിയിൽ മത്സരിച്ചിട്ടില്ല. അപ്പോൾ അതങ്ങനെ ഒരു സമയം. വാട്ട് ഐ വാസ് മെന്റ് ഈസ് ഒരു സമയത്ത് ഭയങ്കര ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പുഷ് ചെയ്ത് ഞാൻ ഈ പറയുന്ന ഈ ആർട്ടിസ്റ്റ് സ്കിൽസ് പ്ലസ് ഞാൻ ഫിസിക്കലി ഭയങ്കര വീക്കായിരുന്നു. അപ്പോൾ ജിമ്മിനൊക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത് സെൽഫ് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് കരാത്തെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ആ സമയത്ത്. അപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ ബൈ ഡിഫോൾട്ട് അതിനെ പുഷ് ചെയ്ത് ഞാൻ ഈ പല ലീഡർഷിപ്പ് ഏരിയയിലേക്കും വന്നു തുടങ്ങി. അപ്പം അതാണ് ഓൾ ടുഗദർ എൻ്റെ ചൈൽഡ്ഹുഡ്. അപ്പം എനിക്ക് ഓർമ്മയുള്ള അച്ഛൻ നമ്മൾ പള്ളിയിലെ കരോളൊക്കെ കഴിഞ്ഞിട്ട് അറൗണ്ട് 100 പുഷപ്പ്, പിന്നെ നന്നായിട്ട് വായിച്ച സ്റ്റേറ്റ് ലെവൽ എനിക്കൊന്ന് റെക്കഗ്നീഷൻ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് യു ആർ ഡൂയിങ് എവറിത്തിങ് വിത്ത് റെസ്പെക്ട് യുവർ ഐസൈറ്റ്. നമുക്ക് മൂവ്മെൻ്റ് ആയിക്കോട്ടെ, നമ്മളുടെ പടം വരെ ആയിക്കോട്ടെ, ലീഡർഷിപ്പ്, യു ആർ ടോക്കിംഗ് ടു ദ ടയേഴ്സ്, അങ്ങനത്തുള്ള കാര്യങ്ങളായിക്കോട്ടെ. അപ്പോൾ ഇതൊക്കെ എന്നാണ് ആക്ച്വലി ഒരു മാറാൻ പോവുകയാണെന്നുള്ള റിയലൈസേഷൻ വന്നത്? അങ്ങനെ ഒരു റിയലൈസേഷൻ കാഴ്ച പോയത് കഴിഞ്ഞിട്ടാണ് ഒരു ലൈഫിൽ ചേഞ്ച് ഉണ്ടാവുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് ജോലി കിട്ടി. അപ്പോൾ ആദ്യം ഫെഡോയിലായിരുന്നു എനിക്ക് ഫസ്റ്റ് ഇൻറ്റേൺഷിപ്പ് കിട്ടി, ഐ മീൻ അപ്രന്റീഷിപ്പ് കിട്ടുന്നത്. 1 വർഷം അവിടെ ട്രെയിനിങ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ
ഒരു EPC കമ്പനി, പെട്രോ കെമിക്കൽ കമ്പനിയിൽ ജോലി കയറി. ഓക്കെ. അപ്പോൾ അവസാനം അവരുടെ ക്ലയൻറ്റ് വേദാന്ത അലുമിന റിഫൈനറി ആയിരുന്നു ഒറീസയിൽ. ഒറീസയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ പുറത്തേക്ക് പോകണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഏതെങ്കിലും ഒരു ജോലിയിൽ ഗവൺമെൻറ് ജോലി സെക്യൂർ ആവണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം എന്തെങ്കിലും ഉണ്ടോ? ഈ കാരണം 2 കാരണമുണ്ട്. വെരി ഫ്രാങ്ക്. ഒന്ന്, എൻ്റെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര പുവറാണ്. അപ്പം ആ സമയമാകുമ്പോഴത്തേക്ക് പപ്പ മരിച്ചു. 2007 ആകുമ്പോഴേക്ക് പപ്പ മരിച്ചിട്ട് ഞാനാണ് ഏണിംഗ് മെമ്പർ. ഓക്കെ. പിന്നെ രണ്ടാമത് എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു ആ സമയത്ത്. അതൊരു റീസണാണ്, കാരണം എനിക്ക് സെറ്റിലായേ പറ്റുള്ളൂ ആ സമയം പെട്ടെന്ന്. അങ്ങനെ അത് ഭയങ്കര ഇൻറ്റൻസീവായിട്ട് ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു. ഗവൺമെൻറ് എക്സാം അറ്റൻഡ് ചെയ്യുമായിരുന്നു. പിന്നെ ജോലിയിൽ ഞാൻ നന്നായിട്ട് എന്താ പറയുക, എൻ്റെ ഫുള്ള് ഞാൻ അതിനകത്ത് ഐ വാസ് ഇൻ ടു ഇറ്റ് ബേസിക്കലി. അപ്പോൾ അങ്ങനെ ഐ വാസ് നോൺ ഇൻ മൈ കമ്പനി ആൻഡ് ഓൾസോ ഐ വാസ് ട്രൈങ് ടു ഗോ ഔട്ട്. അങ്ങനെ ഇടയിൽ വെച്ചിട്ട് എനിക്ക് ട്രൈ ചെയ്തിട്ട് എനിക്ക് പുറത്തെ ഗൾഫിലേക്ക് പോകാനായിട്ട് ഒരു ചാൻസ് കിട്ടി. ഓക്കെ. ഇത് ഈസ് അറൗണ്ട് 2009 ജൂലൈ സമയത്ത്. 2009. അപ്പോൾ ആ സമയത്ത് ഇതിനു വേണ്ടി ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ ഇൻ്റർവ്യൂ ക്ലിയർ ചെയ്തു. സമയത്താണ് 2009 ഏതായിരുന്നു സമയം? ജൂലൈ സമയം. അപ്പോൾ ഞാൻ ഒറീസയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ക്ലിയർ ചെയ്തു. അതോടൊപ്പം തന്നെ ഞാൻ 2 ഗവൺമെൻറ് എക്സാംസ് ആ സമയത്ത് എഴുതി. ഒന്ന് കൊച്ചിൻ പോർട്ട് ടെസ്റ്റിലെ ഒരു ഡിസൈൻ എഞ്ചിനീയർ ലെവൽ 2 ഡിപ്ലോമ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ടൈറ്റാനിയം KMML ഒരു സ്റ്റോറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റിലും ഞാൻ അപ്ലൈ ചെയ്ത് എക്സാം എഴുതി. അപ്പം ഇത് കഴിഞ്ഞിട്ട് നിൽക്കുമ്പോൾ എനിക്ക് ഗൾഫ് ഇൻ്റർവ്യൂ കിട്ടി. പക്ഷേ എൻ്റെ കമ്പനി എന്നോട് പറഞ്ഞു, യു ഡോണ്ട് വറി ടു ജസ്റ്റ് ജംപ് ദ കമ്പനി റൈറ്റ് നൗ. അപ്പോൾ എൻ്റെ കമ്പനിയിൽ തന്നെ വിത്ത് പ്രൊമോഷൻ എനിക്ക് സാംബിയയിലെ ഒരു സൈറ്റിലേക്ക് അവരെന്നെ പ്രൊമോട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഐ മീൻ എനിക്ക് ട്രാൻസ്ഫർ തരാമെന്ന് പറഞ്ഞു. സാംബിയയിൽ പോകണം? സാംബിയ മീൻസ് ആഫ്രിക്കൻ കൺട്രി. അപ്പോൾ അവിടെ ഒരു പ്ലാനിലേക്ക് പോകാൻ പറഞ്ഞു. ഐ വാസ് റെഡി ഫോർ ദാറ്റ്. അങ്ങനെ ഞാൻ ഇവിടുന്ന് മുംബൈയിൽ പോകാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫ്ലൈറ്റാണ്. അപ്പം അതിനുവേണ്ടി നിൽക്കുമ്പം ഒരു ചെറിയ പ്രശ്നം. ഈ ഒറീസയിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് എന്നെ പെട്ടെന്ന് പുള്ള് ചെയ്തപ്പം അവിടെ ക്ലയൻറ്റിന് ചിലപ്പോൾ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ഞാൻ തിരിച്ചവിടെ ചെല്ലണം. അത് സെറ്റിൽ ചെയ്തിട്ട് നമുക്ക് പിന്നീട് വീണ്ടും മുംബൈയിൽ തിരിച്ചു വന്നിട്ട് സാംബിയയ്ക്ക് പോകാൻ പറഞ്ഞു. ഐ വാസ് ഓക്കെ വിത്ത് ദാറ്റ്. ഞാൻ അങ്ങനെ 2 ആഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് വീണ്ടും ഒറീസയിൽ പോയി. ഒറീസയിൽ ചെന്ന് വിത്തിൻ 1 വീക്ക് ഐ മേറ്റ് വിത്ത് ആക്സിഡൻറ്റ്. സോ വാട്ട് ഹാപ്പൻഡ്, ഐ വാസ് ജസ്റ്റ് വാട്ട് ടു സേ ഇൻസ്പെക്ടിങ് ദ വെൽഡിങ് വെൽഡിങ്. അത് സ്ട്രക്ചർ വലിയൊരു പ്ലാന്റാണത്. പ്ലാന്റിൻ്റെ 3rd ഫ്ലോറിൽ വെൽഡിങ് ഇൻസ്പെക്ഷൻ ചെയ്യണം. ഐ വാസ് എ വെൽഡിങ് ഇൻസ്പെക്ടർ കം സ്ട്രക്ചറൽ എഞ്ചിനീയർ ദർ. അപ്പോൾ ആൾറെഡി ചെയ്ത വർക്ക് ഞാൻ ഇൻസ്പെക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ നടക്കുന്ന പ്ലാറ്റ്ഫോം ഇതൊരു പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലോറും ചെക്കർ പ്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു മാൻഹോൾ ഉണ്ടായിരുന്നു. ഈ മാൻഹോൾ ഓപ്പൺ ആവുന്നത് വലിയൊരു ഒരു വെസലിനകത്താണ്. ഇതെല്ലാം ടെക്നിക്കൽ ടേംസ് ആണ്. ബട്ട് സ്റ്റിൽ ഒരു വെസൽ എന്ന് പറയുന്ന ഒരു കെമിക്കൽ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ കണ്ടെയ്നർ എന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ സ്ലിപ്പായി വീണു. അത് അതിൻ്റെ ബോട്ടം എന്ന് പറയുന്നത് 3rd ഫ്ലോറിൽ ഓപ്പൺ ആയിട്ട് ആൻഡ് 1st ഫ്ലോറിലാണ് അതിൻ്റെ ബോട്ടം. അപ്പോൾ ഞാൻ അത്രയും ഹൈറ്റിൽ നിന്ന് പുള്ളി വീണുപോയി. അപ്പോൾ ഇതിനകത്ത് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവർ കണ്ടിട്ട് പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ എത്തിച്ചപ്പോഴേക്ക് അറൗണ്ട് ഒരു ഒറീസയുടെ റിമോട്ട് ഏരിയയിൽ നിന്ന് അറൗണ്ട് 6 hours ജേർണി വേണം നല്ലൊരു ഹോസ്പിറ്റലിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ വൈശാഖിൽ. അപ്പോഴേക്ക് എനിക്ക് വിഷൻ്റെ പോസിബിലിറ്റി പോയി. എന്താ അവിടെ സംഭവിച്ചത്? എൻ്റെ മുഖം ഇടിച്ച് വീണിട്ട് കണ്ണിന് കാഴ്ച പോയി. മീൻസ് എനിക്ക് ആക്ച്വലി ഒരു കണ്ണിന് പ്രശ്നം ഉണ്ടായിരുന്നു. ദ ഏജ് ഓഫ് 8 months ഐ ഹാഡ്. ആ സമയത്ത് കണ്ണിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ വന്നതാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്തു, ഒരു ഓവർ ഡോസുമായി ഒരു മെഡിസിൻ എനിക്ക് തന്നു. ഐ മീൻ ഡ്രോപ്സ് തന്നു. അതിന് റെറ്റിന ബേണായി. ഐ വാസ് ബോട്ട് അപ്പ് വിത്ത് 1 eye. എനിക്കത് ഓർമ്മയുണ്ടല്ലോ. പക്ഷേ എനിക്കത് അറിയില്ലായിരുന്നു, ഫുള്ള് കാഴ്ചയില്ലായിരുന്നു, അറിയില്ലായിരുന്നു. ഐ വാസ് ബോട്ട് അപ്പ് വിത്ത് 1 eye വിഷനായി ബേസിക്കലി. അങ്ങനെ ആ വിഷൻ വെച്ചാണ് പഠിച്ചതും ജോലി ചെയ്തുകൊണ്ടിരുന്നതും. 2ാമത്തെ വീഴ്ചയിൽ ഐ മീൻ ഈ ഒരു ആക്സിഡൻറ്റിൽ 2ാമത്തെ ഐയുടെ വിഷൻ കംപ്ലീറ്റ് പോയി. അപ്പോൾ കംപ്ലീറ്റ് ടോട്ടലി ബ്ലൈൻഡായി. അപ്പോൾ ഇങ്ങനെയാണ്. ഇത്രയും ദൂരം ട്രാവൽ ചെയ്യുന്നതാണോ നമ്മളുടെ ആ ഒരു ആക്സിഡൻറ്റ് നമുക്ക് ബ്ലൈൻഡ് ആവാനുള്ള ചാൻസ്? അത് ഇൻ കേസ് ഇത് കുറച്ചുകൂടെ നിയർ ബൈ ഹോസ്പിറ്റലൊക്കെ അറ്റൻഡ് ഉണ്ടായെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഒരു ബെറ്റർ സ്റ്റേജിലേക്ക് എനിക്ക് വരാമായിരുന്നു.
പിന്നെ അത് ഐയുടെ പ്രശ്നം മാത്രമല്ല, എനിക്ക് ആക്ച്വലി വേറെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ആ സമയത്തുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ റിക്കവറായി എനിക്കിപ്പോൾ. ഓക്കെ. വാട്ട് വാസ് ദ ലാസ്റ്റ് നോർമൽ ഡേ ഓഫ് യുവർ ലൈഫ്? അവസാനത്തെ നോർമൽ ഡേ എങ്ങനെയായിരുന്നു? ലൈക്ക് എന്തായിരുന്നു അന്നത്തെ വിഷൻ എന്തായിരുന്നു? ഒരു ഈ നമ്മളിങ്ങനെയുള്ള വെബ്സൈറ്റിൽ നമുക്കെപ്പോഴും എന്താ പറയുക, ഭയങ്കര ബിസി ലൈഫായിരിക്കും. ഓക്കെ. അപ്പം ഇറ്റ് വാസ് എ ബിസി ഡേ. അപ്പോൾ ഈ എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് നമുക്ക് എൻജിനീയേഴ്സിൻ്റെ മീറ്റപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളുടെ സ്റ്റാറ്റസ് അവിടെ പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ 3, 3:30, 4 മണിയായപ്പോൾ ഇങ്ങനെ പോയിട്ട് അത് ഇൻസ്പെക്ട് ചെയ്ത് എന്തൊക്കെ കഴിഞ്ഞു എന്തൊക്കെ കഴിഞ്ഞില്ല എന്നുള്ള അതിൻ്റെ ഒരു ചാർട്ട് പ്രിപ്പയർ ചെയ്യണം എനിക്ക്. ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ് ഇതിന് പോയത്. ഓക്കെ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഐ ഫെൽ ഡൗൺ, ബട്ട് ഇറ്റ് വാസ് എ ബിസി ഡേ ആസ് യൂഷ്വൽ. ഓക്കെ. എനിക്കൊന്ന് ആ ടൈമിൽ അജീഷ് ചാൻ്റെ ഫാമിലി പരമായിട്ട് നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ഒരു വീട് പ്രോപ്പറായിട്ടൊരു വീടില്ലായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ പപ്പ മരിച്ചിട്ടുണ്ടായിരുന്ന സമയമാണ് 2 വർഷം മുമ്പ്. അപ്പോൾ യു ഹാവ് ടു ഏൺ സോ മച്ച് ടു ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി. അപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ആദ്യം മനസ്സിൽ വന്ന ചോദ്യം എന്തായിരുന്നു? അപ്പോൾ ഇത് നമുക്ക് ഈ കാഴ്ച പോകുക എന്ന് പറയുന്നത് വെരി ക്രൂഷ്യൽ ആക്ച്വലി. അതെ. ഇപ്പം നമ്മൾ പല ആസ്പെക്ട്സിലും നമ്മൾ അവിടെ സ്റ്റക്കായി പോകും. ഇപ്പോൾ ഇപ്പം നമ്മൾ ഫിനാൻഷ്യലി സ്റ്റക്കായി, ഏണിങ് സ്റ്റോപ്പായി അല്ലേ. അതെ. അപ്പം എനിക്ക് ആ ജോലിക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഫിനാൻഷ്യലി സ്റ്റക്കായി. അപ്പോൾ നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ഇൻകം ഉണ്ടാവണം. അതെ. അപ്പോൾ അമ്മ അന്നേരം ജോലിക്കൊക്കെ പോയി തുടങ്ങി ചെറുതായിട്ട്. പക്ഷേ അതൊന്നും ആവില്ല, കാരണം 2 പേര് പഠിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ മെഡിക്കേഷൻസ് നല്ല എന്താ പറയുക എക്സ്പെൻസ് ഉള്ളതാണത്. ഭയങ്കര നന്നായിട്ട് സ്പെൻഡ് ചെയ്യേണ്ടതാണ്. അപ്പം അത് പിന്നെ വീട് പോകണം, അതെല്ലാം വലിയ പ്രശ്നമായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു. അപ്പം എല്ലാത്തിനകത്തും ആക്റ്റീവായിരുന്നു. അപ്പം പെട്ടെന്ന് നമ്മൾ ഐഡിയലായി പോയി, വീട്ടിലിരുന്ന് പോയി. അപ്പോൾ എനിക്ക് ഐ വൺ ഏബിൾ ടു ഡു എനിത്തിങ്. അപ്പം അതൊരു ഭയങ്കര പ്രശ്നമായിരുന്നു. ഓക്കെ. അപ്പം ഇറ്റ് സ്റ്റോപ്പ് മീ ഫോർ എ വൈൽ. ഓക്കെ. ഇത് എപ്പോഴാണ് അപ്പോൾ റിയലൈസ് ആയേ ഇനി അങ്ങോട്ടുള്ള ലൈഫ് വ്യത്യസ്തമായിരിക്കും എന്നുള്ളത്? തുടക്കത്തിലൊക്കെ നമുക്കിത് എത്രത്തോളം ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. ഇറ്റ് വാസ് ആൻ ആക്സിഡൻറ്റ്, ഇറ്റ് മേ കം ബാക്ക്, വി ക്യാൻ മെഡിക്കേറ്റ്, അങ്ങനെയൊക്കെയുള്ളൊരു ഉണ്ടായിരുന്നു. മേ ബി ഫസ്റ്റ് 6 months. ഓക്കെ. പക്ഷേ ഐ അണ്ടർസ്റ്റുഡ് സ്ലോലി ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു കം ബാക്ക്. മൈ ലൈഫ് ഈസ് നോട്ട് ഗോയിങ് ടു ബി ആസ് യൂഷ്വൽ ആസ് ഹൗ ഐ വാസ് ഏർലിയർ. ഓക്കെ. അപ്പോൾ അത് പിന്നെ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. നമുക്ക് ചോറ് വാരിത്തരാൻ, പുറത്ത് കൊണ്ടുപോകാൻ, അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, ഹെൽപ്പിംഗ് ഹാൻഡ്സ് മോർ. പക്ഷെ സ്ലോലി ഇവരൊക്കെ പോയി തുടങ്ങി. അപ്പോൾ നമ്മൾ എന്താ പറയുക, സി ദേ ക്യാൻ ഹെൽപ്പ് അസ് ഇഫ് ദേ ഹാവ് ടൈം ആൻഡ് മൈൻഡ്. കറക്റ്റ് അല്ലേ? അവർക്ക് എല്ലാവർക്കും അതിനകത്ത് ലിമിറ്റേഷൻ ഉണ്ട്, അത് തെറ്റല്ല. ഐ വാസ് റിയലൈസിങ് ദിസ് ഈസ് വാട്ട് മൈ റെസ്റ്റ് ഓഫ് ലൈഫ് ഗോയിങ് ടു ബി. Okay. And I have to do something. And again, there was many issues around me, correct? അപ്പോൾ എനിക്ക് അങ്ങനെ ഐറ്റലായിട്ടിരിക്കാൻ പറ്റില്ല. മനസ്സിലായി. സോ അങ്ങനെ ഒരു റിയലൈസേഷൻ വന്നു. ആ റിയലൈസേഷൻ എനിക്ക് നേരത്തെ കിട്ടി എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് പ്ലസ് പോയിന്റ്. ഇത് സാധാരണ ആൾക്കാരിൽ ഒരുപാട് പിന്നീട് കിട്ടത്തുള്ളൂ. ഐ റിയലൈസ്ഡ് ഏർലി ഇൻ ദ സെൻസ് വിത്തിൻ 6 months. ഇപ്പോൾ ആൾറെഡി ഒരു വർക്കിംഗ് പ്രൊഫഷണലായിരുന്നു. അപ്പം ഈ ഐസൈറ്റ് പോയ സമയത്ത് യു ലോസ് 2 things സൈമിൾട്ടേനിയസ്ലി. ഒന്ന് നേരത്തെ പറഞ്ഞ പോലെ ആ ലിവിങ് എന്നുള്ള സാധനം, 2 ദ ഫ്യൂച്ചർ യു പ്ലാൻഡ് ടു ലിവ്. ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ ജിം, പെയിൻറ്റിങ്, നമുക്കല്ലാതെ കുറേ മൂവ്മെൻറ്റ് ആക്ടിവിറ്റീസ്, ഇതെല്ലാം കൂടെ നഷ്ടപ്പെട്ടപ്പോൾ ഹൗ യു മെൻ്റലി കോപ്പ് അപ്പ് വിത്ത് ഓൾ ദീസ് തിങ്സ്? ഇതെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തത്? ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എ റിയലൈസേഷൻ ആസ് ഐ ടോൾഡ് earlier. അവിടെ ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എ ഫയർ ഇൻ ദ ടെയിൽ. നമുക്കിത് ഒരു സൈഡിൽ ഇത് റിയലൈസേഷൻ, ഫയർ ഇൻ ദ ടെയിൽ. നമുക്ക് കിടന്നുറങ്ങാൻ പറ്റത്തില്ല, ബിക്കോസ് വി ഹാവ് ടു ഗോ ലോട്ട്. സോ ഇറ്റ്സ് ഓൾ പെൻഡിങ്. എനിക്ക് അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തുവാ, എനിക്ക് പിന്നെ എഴുന്നേറ്റ് എന്തെങ്കിലും ജോലി ചെയ്യുക, ഏണിംഗ് ഉണ്ടാക്കുക, ഐ ഹാവ് ടു ജസ്റ്റ് കണ്ടിന്യൂ മൈ ട്രാവൽ അല്ലേ. അതാണ് ഞാൻ ബേസിക്കലി വളരെ സിമ്പിളായിട്ട് ട്രൈ ചെയ്തത്. ഞാനിങ്ങനെ ആൾക്കാരോട് തിരക്കാൻ തുടങ്ങി. പക്ഷേ ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയാണ് വരുന്നത്? ആ ഒരു സമയത്ത് വാട്ട് വാസ് യുവർ ഫീലിങ്സ്? അതാണ് എനിക്ക് അതിനായിട്ട് ചിന്തിക്കുക. ഈ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഐ വാസ് പോസിറ്റീവ്. ഞാൻ എന്നെ ഇത് ചെയ്യല്ല, പ്രൈസ് ചെയ്യല്ല. ഐ ഹാഡ് ദറ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഏർലി ഇറ്റ് സെൽഫ്. നേടണം, അധ്വാനിക്കണം, നേടണം, ജയിക്കണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നേരത്തെ തന്നെ ഉണ്ട്, ബിൽഡായിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഇൻഫീരിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അതിനകത്ത് റിക്കവർ ആകാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ആ ഒരു പോസിറ്റീവ്നെസ് അന്നേരം അത് ബൈ ഡിഫോൾട്ട് ഉണ്ട്, പോയിട്ടില്ല, കുറച്ച് ഡിപ്രസ്ഡ് ആയെങ്കിലും. വാട്ട് ഐ വാസ് സിംപ്ലി ട്രൈയിങ് ഈസ് എനിവൺ എൽസ് ഈസ് ദെയർ,
who work with vision issues. അതായത് വേറെ ആരെങ്കിലും ഇങ്ങനെ വിഷൻ ഇഷ്യൂ ഉണ്ടായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തിരക്കാൻ തുടങ്ങി. അപ്പോൾ തിരക്കിട്ട് അപ്പം ഇത് തിരക്കി ഞാൻ കേട്ടു, പക്ഷേ എനിക്ക് കറക്റ്റ് എൻ്റെ ഒരു കോൺടാക്ട് നമ്പർ കിട്ടുന്നില്ല. ഓക്കെ. അപ്പം അങ്ങനെ തിരക്കി നിന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ഈ ട്രീറ്റ്മെൻറ്റ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം ഈ നമ്പർ എൻ്റെ കയ്യിൽ കിട്ടി. ഈ ട്രീറ്റ്മെൻറ്റ് പൊയ്ക്കൊണ്ട് ചെയ്യുന്ന സമയത്ത് ശ്രീധര്യത്തിൽ വെച്ച് എൻ്റെ നമ്പർ കിട്ടി. അവിടെ ചെന്നപ്പോൾ 2 കാര്യം നടന്നു. ഒന്ന്, എനിക്ക് നമ്പർ അവിടെ നിൽക്കുന്ന സമയത്ത് കിട്ടി. ആ നമ്പർ കിട്ടിയ ആളുടെ പേര് പറയണം. ഇറ്റ് ഈസ് ആക്ച്വലി എൻ്റെ കസിൻ എബി അലക്സ് ഉണ്ട്, എൻ്റെ മൂത്ത കസിൻ. പുള്ളി സെയിൽസ് ടാക്സ് ഓഫീസറാണ്. അപ്പോൾ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന മറ്റൊരു സെയിൽസ് ടാക്സ് ഓഫീസർ സജീവൻ. അപ്പോൾ ആള് കാഴ്ച പരിമിതരാണ്. അപ്പം ഈ എൻ്റെ കസിൻ എബി അലക്സ് പുള്ളിയുടെ നമ്പർ കളക്ട് ചെയ്ത് എനിക്ക് തന്നു. എബിച്ചാനാണ് എനിക്ക് ഈ നമ്പർ കളക്ട് ചെയ്ത് തരുന്നത്. ഇറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ്. അഗൈൻ ഒരു കാര്യം, നമ്മൾ ഈ ബ്ലൈൻഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കത്തില്ല, നമ്മൾ കാഴ്ച പരിമിതം, വിഷ്വലി ഡിസേബിൾ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ലേബിൾ, അതാണ് നോർമലി നമ്മൾ യൂസ് ചെയ്യേണ്ട വാക്ക്. ഓക്കെ, നമ്മൾ സജീവൻ എന്ന് പറയുന്ന ആളിലാണ് നിർത്തിയത്. ഇപ്പം ഞാൻ ഇത് ഈ സമയത്ത് നമ്പർ തിരക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ എൻ്റെ കസിൻ വിളിച്ച് എനിക്ക് നമ്പർ തരുന്നു. അപ്പോൾ ഞാൻ ഈ ശ്രീധര്യത്തിലാണ്. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റിന് വരുന്നവരൊക്കെ വിഷ്വലി ഡിസേബിൾഡ് ആണ്. അവർ കുറേ പേര് മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. അവർ പറയുന്ന ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പറ്റും, സ്ക്രീൻ റീഡർ എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഇൻഫർമേഷൻസ് എല്ലാം കൂടെ വെച്ചിട്ട് നേരെ ഈ സജീവേട്ടനെ വിളിച്ചു. അപ്പം പറഞ്ഞു, ഇപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഒരു കോഴ്സ് ഉടൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹി വാസ് എ പാർട്ട് ഓഫ് ട്രെയിനിങ്. അപ്പം ഞാനപ്പോൾ എപ്പോൾ വരണമെന്ന് ചോദിച്ചപ്പോൾ നാളെ തന്നെ പോരാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്ത് മേടിച്ചിട്ട് പിറ്റേന്ന് അവിടെ ചെന്നു. അതെങ്ങനെ ചെന്നു? അപ്പം അന്ന് തന്നെ ഞാൻ ഡിസ്ചാർജ് എഴുതി വാങ്ങി വീട്ടിൽ പോയിട്ട് എൻ്റെ അങ്കിള് പപ്പയുടെ അനിയൻ രാജു അങ്കിൾ കൊണ്ടുവന്ന് എന്നെ പിറ്റേന്ന് രാവിലെ ട്രിവാൻഡ്രത്ത് കൊണ്ടുവിട്ടു. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് അതൊരു 2 months ട്രെയിനിങ്ങാണ്. ലിനക്സ് പഠിക്കുന്ന ട്രെയിനിങ്ങാണ്, സ്ക്രീൻ റീഡറിൻ്റെ സപ്പോർട്ടോടെ. അപ്പോൾ ഞാൻ ഈ ലിനക്സ് പഠിക്കാൻ തുടങ്ങി. പ്ലസ് ഐ വാസ് ഫൈൻഡിങ് മെനി വിഷ്വലി ഡിസേബിൾ ദെയർ. ഐ മീൻ സിമിലർലി എന്താ പറയുക, സിമിലർ പേഴ്സണാലിറ്റീസ് ഹു ഫേസ് ദ സെയിം ചലഞ്ച്. അപ്പോൾ ഇവരിൽ നിന്ന് എനിക്ക് കുറേ അഡോപ്റ്റ് ആവാൻ പറ്റി. എങ്ങനെയാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കേണ്ടത്, എങ്ങനെയാണ് മൊബൈൽ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത്, അവരുടെ ഹാബിറ്റ്സ്, അവരുടെ ടെക്നിക്സ് എന്തൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ അവിടെ കാണുകയാണ്. ഇറ്റ് വാസ് എ വെരി വെരി ഡിഫറെൻറ്റ് വേൾഡ്. അപ്പം ഞാൻ അവരുമായിട്ട് പെട്ടെന്ന് കണക്റ്റായി. അപ്പോൾ ആ ട്രെയിനിങ് 2 മാസമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 2 മാസമല്ല, ഒരു 2 ട്രെയിനിങ് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തിട്ട് അവിടെ തന്നെ അക്കോമഡേഷൻ ഉണ്ടായിരുന്നു. ഞാൻ 4 മാസം അവിടെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു. അവിടെ നിന്ന് ഞാൻ ലിനക്സിൽ സർട്ടിഫൈഡ് ആയി, ഇഗ്നോൻ്റെ സർട്ടിഫിക്കേഷൻ എടുത്തു. സോ ഐ വാസ് ഗുഡ് ഇൻ ലിനക്സ് ദാറ്റ് ടൈം. ആൻഡ് ആൾസോ ഐ സ്റ്റാർട്ടഡ് ടു യൂസ് മൊബൈൽ. പക്ഷേ അവിടെ ആക്ച്വലി മൈ ഡ്രീം വാസ് ഡിഫറെൻറ്റ്. ഐ നീഡ്സ് ടു ഗെറ്റ് ഇൻ ടു സം ജോബ്സ്. കറക്റ്റാണ്. ഞാൻ അവിടുന്ന് അവരുടെ അഡ്വൈസ് എടുത്തിട്ട് ഞാൻ ഇപ്പം ഇന്ത്യയിൽ പലയിടത്ത് ഈ ട്രെയിനിങ് നടക്കുന്നുണ്ട്, പക്ഷേ പ്ലേസ്മെൻറ്റ്സ് ഉള്ളത് ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ. ഞാൻ ബാംഗ്ലൂർ ഞാൻ അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തിട്ട് അവിടെ എനിക്ക് 3 levels ഓഫ് ഇൻ്റർവ്യൂ ഉണ്ട്. ഇത് കിട്ടണമെന്നുണ്ട്, കാരണം മോസ്റ്റ് ഡിമാൻഡിങ് ട്രെയിനിങ് ആണ് ഇന്ത്യയിലെ. അപ്പം പക്ഷേ എനിക്ക് കിട്ടി, ഇൻ്റർവ്യൂസ് എല്ലാം ക്ലിയർ ചെയ്ത് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടി. പക്ഷേ ഐ മീൻ ഫിനാൻഷ്യൽ പ്രശ്നമാണ്. ബാംഗ്ലൂർ സ്റ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പെൻസ് വേണം. പിന്നെ ഇൻ ആൻഡ് അറൗണ്ട് ദാറ്റ് ടൈം മേ ബി 15 years ബിഫോർ മിനിമം 5,000 to 6,000 എനിക്ക് വേണം. അതിനവിടെ ഞാൻ പോകാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സ്പോൺസർഷിപ്പിന് ആൾക്കാരെ കിട്ടുമോ നോക്കാൻ തുടങ്ങി. ലക്കിലി എനിക്ക് കിട്ടി. പിന്നെ കുറച്ച് നാളത്തേക്ക് എനിക്ക് കിട്ടി. പിന്നെ വീട്ടിൽ നിന്നൊക്കെയുള്ള സപ്പോർട്ട്, പിന്നെ എന്താ പറയുക, പലരും ഹെൽപ്പ് ചെയ്തു തന്നെ. അങ്ങനെ ഒരു 6 മാസത്തെ കോഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഫണ്ടൊക്കെ കണ്ടുപിടിച്ച് ഞാൻ പോയിട്ട് പഠിച്ചു തുടങ്ങി. ഈ സ്പെഷ്യൽ വേ ഓഫ് കമ്പ്യൂട്ടിംഗ് അല്ലെ ടെക്നോളജി പഠിക്കാനാണല്ലോ നമ്മളിപ്പം പഠിക്കാനുള്ള സ്ഥലത്ത് 2 സ്ഥലത്തും പോയിട്ടുണ്ടായിരുന്നു, തിരുവനന്തപുരത്തും ബാംഗ്ലൂരും. ആ സമയത്ത് ഓൾറെഡി കാഴ്ച പരിമിതിയുള്ള ആൾക്കാരുമായിട്ട് എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് അങ്ങ് ജെല്ലായി മാറിയത്? നമുക്ക് സിമിലർ വറീസ് ഉള്ള ആൾക്കാരുമായിട്ട് നമുക്ക് പെട്ടെന്ന് ജെല്ലാവാൻ പറ്റും. അതാണ് എൻ്റെ സൈക്കോളജി. നമ്മളൊക്കെ അവരെ മനസ്സിലാവും, അവർക്ക് നമ്മളെ മനസ്സിലാവും പെട്ടെന്ന്. അതൊരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഐ വാസ് ഇൻ ടു ദി സിറ്റുവേഷൻസ് വെരി വെരി വട്ട് ടു സേ ന്യൂ. ഓൾ ദോസ് തിങ്സ് ആർ വെരി ന്യൂ ടു മീ. കറക്റ്റാണ്. അതെ. ഇപ്പം ഇവർക്ക് ആ പരിമിതി വെച്ച് തനിയെ പുറത്ത് പോകാനറിയാം. അവർക്ക് വൺ ഓർ ദ അതർ വേ അവർ ട്രാവൽ ചെയ്യാൻ അവർ ഓക്കെയാണ്. മേ ബി അവർ കമ്പ്യൂട്ടർ ഉപയോഗിക്കാനാണെങ്കിലും മൊബൈൽ ഉപയോഗിക്കാനാണെങ്കിലും ഒക്കെ അവർ ആൾറെഡി പ്രാക്ടീസ്ഡ് ആണ്. ഐ എം നോട്ട് അപ് ടു ദാറ്റ് ലെവൽ. അത് സ്ലോലി. ഇത് ഫസ്റ്റ് പ്രോബ്ലം എൻ്റെ ഈ മൊബിലിറ്റി ആയിരുന്നു. ഓക്കെ, എസ്പെഷ്യലി ബാംഗ്ലൂർ പോലൊരു സ്ഥലത്ത് എനിക്ക് എപ്പോഴും എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ തുടക്കത്തിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്തു.
പിന്നെ ചില സമയത്ത് നമുക്ക് അവരുടെ ഹെൽപ്പ് കിട്ടാതെ വരുമ്പം ഞാൻ എൻ്റേതായിട്ടുള്ള മെത്തേഡ് ഉപയോഗിച്ചിട്ട് പിന്നെ ഇവിടെ നമുക്ക് ട്രെയിനിങ് കിട്ടും എങ്ങനെയാണ് നമ്മൾ ഈ വൈറ്റ് കെയിൻ ഉപയോഗിച്ച് നമ്മൾ പുറത്ത് പോയി കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന്. പിന്നീട് ഞാനത് ഈ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തു. ഇറ്റ് ഈസ് നത്തിങ് മോർ ദാൻ കോൺഫിഡൻസ്. നമുക്ക് എന്താ പറയുക, ഒരു നമ്മുടേതായിട്ടുള്ള ഒരു ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ കെയിൻ ഉപയോഗിച്ച് നമുക്ക് എവിടെയും പോകാം. ഐ ട്രാവൽ അക്കോസ് ഇന്ത്യ റൈറ്റ് നൗ. ഐ വെൻറ്റ് ഔട്ട് ആൻഡ് കെയിം ബാക്ക്. ഓൾ ദീസ് തിങ്സ് only because of my confidence. Nothing extra, nothing what to say, miracle happening there. അപ്പോൾ മോസ്റ്റ്ലി നമ്മൾ ഈ ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ ഈ കോഴ്സ് ചെയ്യാൻ, സർട്ടിഫിക്കേഷൻ ചെയ്യാൻ, നേരത്തെ പറഞ്ഞ പോലെ ഈ എക്സ്പെൻസ് ഒക്കെ അത് മോസ്റ്റ്ലി ആ ഒരു സ്പോൺസർഷിപ്പിലൂടെ ആയിരുന്നു ആ സമയത്ത് മൊത്തം കണ്ടെത്തിയിരുന്നത്. അതൊരു നമ്മളവിടെ എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞെങ്കിൽ എന്താണ് ഞാൻ സൊല്യൂഷൻ എന്ന് പറയുന്നതിനകത്തൊരു മീനിങ് വരത്തുള്ളൂ. അപ്പം ഞാൻ ഇവിടുന്ന് പോയത് ഈ ഒരു ട്രെയിനിങ് നേടിയിട്ട് ഒരു ജോലി മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് 6 months അറൗണ്ട് എനിക്ക് ഫണ്ടിങ്ങിൻ്റെ ഒക്കെ സപ്പോർട്ടുണ്ടായിരുന്നു, സ്പോൺസർഷിപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 6 months കഴിഞ്ഞിട്ട് എനിക്ക് ജോലി കിട്ടിയില്ല. ഓക്കെ. കാരണം രണ്ടാണ് ബേസിക്കലി. ഒന്ന്, എനിക്ക് എനഫ് ക്വാളിഫിക്കേഷൻ ഇല്ല. ഐ ഡൺ വിത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 3 year ഡിപ്ലോമ. പക്ഷേ ഒരു കോർപ്പറേറ്റ് ഫീൽഡിൽ ജോലിക്ക് ഇതൊരു റെലവൻറ്റ് ക്വാളിഫിക്കേഷൻ അല്ല. മിനിമം നമുക്ക് ഡിഗ്രി വേണം. രണ്ടാമത്തത് എനിക്ക് ലാംഗ്വേജ്. ഇപ്പം ഞാനൊരു ടിപ്പിക്കൽ മല്ലു സ്റ്റൈൽ ഇംഗ്ലീഷ് പറയുന്നത് ഇറ്റ് വാസ് നോട്ട് അപ് ടു ദ മാർക്ക്. ഓക്കെ, കറക്റ്റ്. സോ അപ് ടു ദെയർ എക്സ്പെക്റ്റേഷൻ, മൈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ബോത്ത് വർ പ്രോബ്ലംസ്. അപ്പം ഇതാണ് ആക്ച്വലി എന്നെ കുറേ നാളത്തേക്ക് എനിക്കൊരു ഹാർട്ടിലായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂസൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇൻ്റർവ്യൂസൊക്കെ ഞാൻ ചെയ്താൽ റിജക്റ്റ് ആകും, അല്ലാന്നുണ്ടെങ്കിൽ എന്നെ പ്ലേസ്മെൻറ്റിലേക്ക് വിടില്ല. ഐ വിൽ ബി ഫിൽട്ടർ ഔട്ട് ബിഫോർ ഇറ്റ് സെൽഫ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഹാർഡ് ബ്രോക്കൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്ലേസ് ഇവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ 6 months ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഐ വാസ് വൺ ഓഫ് ദി ഗുഡ് സ്റ്റുഡൻറ്റ് ദെയർ. ഐ മീൻ ബ്രൈറ്റ് സ്റ്റുഡൻറ്റ് ദെയർ വിത്ത് റെസ്പെക്ട് ടു മൈ ടെക്നിക്കൽ നോളജ്. ഓക്കെ. അപ്പോൾ എനേബിൾ ഇന്ത്യയിൽ തന്നെ ഒരു എനേബിൾ ഇന്ത്യ So this was my organization. Enable India was my organization where I learned Windows computing. ഓക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞു തിരുവനന്തപുരത്ത് പോയെന്ന് പറഞ്ഞു. അതെ. ഓക്കെ. തിരുവനന്തപുരത്ത് ഞാൻ പിന്നെ എനേബിൾ ഇന്ത്യയിലാണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ബാംഗ്ലൂർ പോയത് എനേബിൾ ഇന്ത്യയിലാണ്. ഓക്കെ. അപ്പോൾ അവിടെ ഞാൻ ഈ 6 months ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നീട് എല്ലാവരും പതുക്കെ പ്ലേസ് ആവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് റിജക്ഷനും വരാൻ തുടങ്ങി. ഓക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഐ വാസ് ജസ്റ്റ് കണ്ടിന്യൂയിങ് വിത്ത് എനേബിൾ. ദേ അബ്സോർബ്ഡ് മീ ആസ് എ ട്രെയിനി. ഓക്കെ. without salary. Okay. So that time they were developing a few tools. എഡ്യൂക്കേഷൻ ടൂൾസിൽ കണ്ടൻറ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഡ്യൂട്ടി. എഡ്യൂക്കേഷൻ കണ്ടൻറ് അപ്ലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് എന്ത് കണ്ടൻറ്റാണ്? അത് വീഡിയോ ആണോ, ഓഡിയോ ആണോ, റിട്ടൺ ആണോ? ഇപ്പം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കും. നമ്മൾ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന ഒരു ചാപ്റ്റർ, ഈ ചാപ്റ്റർ നമ്മളൊരു വെബിൽ നമ്മൾ വായിക്കുകയാണ്. ഓക്കെ. സംതിങ് ലൈക്ക് പേജ് 1, നെക്സ്റ്റ് പേജ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പേജ് 2 വരും, പേജ് 3 വരും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ടോട്ടൽ ചാപ്റ്ററിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യനെയർ വരും. അതിനകത്ത് നമുക്ക് നമ്മുടെ നോളജ് ലെവൽ ചെക്ക് ചെയ്യാം. ഇങ്ങനെ ഒരു ടൂളാണിത്. യു ഗോട്ട് ഇറ്റ് കറക്റ്റ്? സോ ഇറ്റ് വിൽ ഗീവ് മെറ്റീരിയൽസ് ടു റീഡ് ആൻഡ് ഇറ്റ് വിൽ ഗീവ് മെറ്റീരിയൽസ് ടു പ്രാക്ടീസ് ആൻഡ് ഫൈനലി ഇറ്റ് വിൽ ഗീവ് സം എക്സാംസ്. I mean online exams to validate yourself. ഇതൊക്കെ വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയാണ്. Fundamentally this made for person with a disability. Not only for visually disabled, even for hearing impaired, everyone. Like that. Okay. അപ്പോൾ ഈ ടൂളിൻ്റെ കണ്ടൻറ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പേര് ബ്ലൈമി എന്നാണ്. ബ്ലൈമി. അപ്പോൾ ഈ ടൂളിൻ്റെ കണ്ടൻറ് അപ്ലോഡ് ചെയ്താണ് ഞാൻ എൻ്റെ ടെക്നിക്കൽ കരിയർ ആഫ്റ്റർ ബ്ലൈൻഡ്നെസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഇതേ സമയത്ത് തന്നെ I wish to continue my studies also because my aim is a job, correct? അപ്പോൾ ഞാൻ ഇവരോട് വീണ്ടും റിക്വസ്റ്റ് ചെയ്തു, ഐ നീഡ്സ് ടു ഡു ദ സർട്ടിഫിക്കേഷൻ വൺസ് അഗെയിൻ. അപ്പോൾ എന്നെ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്ത് സർട്ടിഫിക്കേഷൻ? ഞാൻ ആ 6 months ചെയ്ത പോലത്തുള്ള മറ്റ് സർട്ടിഫിക്കറ്റ്, മറ്റെന്തെങ്കിലും കോഴ്സ്. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, ഡു വൺ തിങ്. IBM സ്റ്റാർട്ടഡ് എ ട്രെയിനിങ്. The seats are already filled. I mean filled, okay? But you can go and sit there as a 21st candidate because you have a laptop. നിങ്ങൾ പോയിരുന്നോ, പഠിച്ചോ, പക്ഷേ യു വിൽ ബി ദ 21st person. They are going to place at least 5 from the batch. Okay. In that if you get in, just try. Okay. പക്ഷെ അവിടെ ഈ IBM ട്രെയിനിങ്ങിൽ ഞാൻ ദ ബെസ്റ്റ് ഓഫ് ബെസ്റ്റ് കാൻഡിഡേറ്റ്സിന് ഞാൻ കണ്ടോടെ. ഓക്കെ. ഐ മീൻ മോസ്റ്റ് ഓഫ് ദം ആർ ലോ വിഷൻ ഓർ ടോട്ടലി ബ്ലൈൻഡ്. അങ്ങനെയുള്ള ഒരു ട്രെയിനിങ് ആണ്. IBM കൊടുക്കുന്ന ട്രെയിനിങ് ആണ്. അപ്പോൾ ഈ ട്രെയിനിങ്ങിൽ
ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സാണ് വന്നത്. നമ്മൾ ട്രെയിനേഴ്സിനെ വെല്ലുന്ന സ്കിൽ ലെവലുള്ള കാൻഡിഡേറ്റ്സ് ആയിരുന്നു. പക്ഷേ ദിസ് വാസ് മൈ ലാസ്റ്റ് ചാൻസ്. ഓക്കെ, ഐ വിൽ ഗെയിൻ എ ജോബ്, അല്ലെങ്കിൽ അഗെയിൻ ഇറ്റ് വിൽ ടേക്ക് ലോട്ട് ഓഫ് ടൈം. അപ്പോൾ അതിൽ ഞാൻ നന്നായിട്ട് ട്രൈ ചെയ്തു. ഐ ഹാഡ് ഗിവൺ മൈസെൽഫ്. അപ്പോൾ ഐ ഹാഡ് ഗിവൺ മൈസെൽഫ് എന്ന് പറയുമ്പോൾ എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത്? അതിനകത്ത് ഓരോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും സ്കോർസ് ഉണ്ട്. ഹൗ ഫാസ്റ്റ് യു ആർ ഡൂയിങ്, ഓക്കെ, ഹൗ വെൽ യു ആർ ഡൂയിങ്. നമ്മൾ ഓരോ സിനാരിയോസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനകത്തും സ്കോർസ് ഉണ്ട്. അപ്പം ഐ എം കോമ്പറ്റീറ്റിംഗ് വിത്ത് ഓൾ ദിസ് 20 കറക്റ്റ്. അതാണ് ഹൗ വെൽ ഐ എം, ഹൗ I should be impressed by them. Got it? Again, different interviews happens in between, mock interviews. There also I should score. All together they find maybe 15 candidates and they'll send for the interview. 15 പേരെയാണ് അവസാനം ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് 5 പേരെ അവരെടുക്കും. അപ്പം അങ്ങനെ ഒരു പ്രോസസ്സായിരുന്നു അത്. അവിടെ ഞാൻ 5ാമത്തെ ആളായിട്ട് ഞാൻ സെലക്റ്റായി. അതായത് 21 പേരിൽ 5ാമത്തെ ആളായിട്ട് ഞാൻ സെലക്റ്റായി. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഈ എനേബിൾ ഇന്ത്യയിൽ നിന്ന് IBM എത്തുന്നത്. ആക്ച്വലി ബിഫോർ ദാറ്റ് തിങ്സ് ആർ സ്റ്റാർട്ടഡ് ടു ചേഞ്ച്. ഓക്കെ, ആക്ച്വലി ഐ റീച്ച്, അതെന്താ സംഭവം എന്ന് വെച്ചാൽ 2010-2011 എൻ്റെ ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ട് 2011 ആയപ്പോഴേക്ക് ഞാൻ എനേബിൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഒരു കണ്ടൻറ് അപ്ലോഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതേ ടൂളിൻ്റെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഞാൻ ആ ടൂളിൻ്റെ തന്നെ ആക്സസിബിലിറ്റി ടെസ്റ്ററായി. പിന്നീട് അവരുടെ മറ്റ് ആപ്ലിക്കേഷൻസിൻ്റെ മറ്റ് ക്ലയൻസിൻ്റെ ആക്സസിബിലിറ്റി ടെസ്റ്ററായിട്ട് ഞാൻ ഹയർ ചെയ്യപ്പെട്ടു അവിടെ 2012. എന്താ ഈ ആക്സസിബിലിറ്റി ടെസ്റ്റിംഗ്? ഈ ഒരു എനിക്കറിയാം, പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഓഡിയൻസിന് അതൊരു വളരെ ലേമാൻ ലാംഗ്വേജിലൊന്ന് പറയാം എന്താ ആക്സസിബിലിറ്റി? ഈ ആക്സസിബിലിറ്റി മീൻസ് ദ എബിലിറ്റി ടു ആക്സസ്. അതാണ് ഇതിൻ്റെ സിമ്പിൾ ടേം. മീൻസ് നമ്മളിപ്പോൾ ഇപ്പം നമ്മുടെ വീട്, ഓക്കെ, നമുക്ക് വേണ്ടിയിട്ടും നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന നമ്മുടെ വീട്. നമുക്ക് ഈസിയായിട്ട് നമുക്ക് അകത്തേക്ക് വരാം, പുറത്തേക്ക് പോകാം, നോ വറി, കറക്റ്റാണ്. പക്ഷേ നമ്മുടെ ഒരു റിലേറ്റീവ് ഹൂ ഇസ് എ വീൽ ചെയർ യൂസർ, അവർക്ക് ഇതിനകത്തേക്ക് വരാൻ പറ്റാതെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അല്ലേ? കാരണം നമ്മുടെ ആ വീൽ ചെയർ വെച്ചിട്ട് ആക്സസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഉള്ളിലേക്ക് വരാൻ പറ്റില്ല. ശരിയല്ലേ പറയുന്നത്? അപ്പോൾ ഇത് ഹൗസ് ഈസ് accessible to us, is available, all the facilities available to us, പക്ഷേ the same facility is not available to him. ശരിയല്ലേ? അതാണ് എബിലിറ്റി ടു ആക്സസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ നിർമ്മിച്ചിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു ബിൽഡിങ്, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തു, അല്ലെങ്കിൽ ലാപ്ടോപ്പ് ആവാം, മൊബൈലാകാം, ഈസ് ദാറ്റ് അവൈലബിൾ ടു മീ, ഈസ് ദാറ്റ് അവൈലബിൾ ടു അതേഴ്സ്. അതാണ് ഈ ആക്സസിബിലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ്. ഇപ്പോൾ ഈ റാമ്പിൻ്റെ കേസ് എടുത്തോ, ഇപ്പം നമുക്കത് ശ്രദ്ധയപ്പെട്ടു. ശരിയല്ലേ? ഇതൊരു നോയിങ്ലി അൺനോയിങ്ലി നടക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങളിവിടെ വാലിഡേറ്റ് ചെയ്യുന്നത് വെബ്സൈറ്റുകളാണ്. വെബ്സൈറ്റുകൾ നിർമ്മിക്കുന്നതിന് അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡുണ്ട്. ആ സ്റ്റാൻഡേർഡിനകത്ത് നിന്ന് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മേ ബി അവൈലബിൾ ഫോർ വിഷ്വൽ യൂസേഴ്സ്, ഐ മീൻ സൈറ്റഡ് ആയിട്ടുള്ള നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കാം. പക്ഷേ ഈ നമ്മളുടെ സീനിയർ സിറ്റിസൺസ്, സ്പെറ്റ്സ് വെച്ച് യൂസ് ചെയ്യുന്നവർ, അവർക്ക് ഷോർട്ട് സൈറ്റ് ലോങ് സൈറ്റ് ഇഷ്യൂസ് ഉണ്ടാകാം, അവർക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടാകാം, അവർക്ക് മാഗ്നിഫൈ ചെയ്ത് ഇത് കണ്ടെങ്കിലേ വായിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പ്രശ്നം ഉണ്ടാകാം. കുറേ കൂടെ വേറൊരു കാറ്റഗറി വരുമ്പോൾ ലോ വിഷൻ, കാഴ്ചയ്ക്ക് പരിമിതിയുള്ളവർ, ടോട്ടലി ബ്ലൈൻഡ്, എന്നെ പോലുള്ള ടോട്ടലി എനിക്ക് വായിക്കാനേ പറ്റാത്ത ആൾക്കാർ. അപ്പോൾ ഞാൻ വേറെ ടെക്നോളജി, സ്ക്രീൻ റീഡർ എന്നുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇത് വായിപ്പിക്കും. സ്ക്രീൻ റീഡർ അതിലേക്ക് വരാം. അപ്പോൾ ഇനി ഇപ്പം കൈക്ക് പ്രശ്നമുള്ളവർ മൗസ് ഉപയോഗിക്കാൻ പറ്റില്ല, അവർ കീബോർഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിക്കെല്ലാം ഒരു വെബ്സൈറ്റ് ബിൽഡായി കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കണം ആസ് പെർ ദ വെബ് സ്റ്റാൻഡേർഡ്സ്. ഈ വെബ് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് ആണോ ഇവർ ഈ ഒരു വെബ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് വാലിഡേറ്റ് ചെയ്യാനുള്ള എന്നുള്ളതാണ് ആക്സസിബിലിറ്റി വാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ആക്സസിബിലിറ്റി. അപ്പോൾ എന്താണ് നേരത്തെ എന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ സ്ക്രീൻ റീഡർ എന്ന് പറയുന്ന ഒരു ടൂളിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ്? ഓക്കെ, ആക്ച്വലി ഞാൻ ട്രിവാൻഡ്രം പോയിട്ട് ഉബുണ്ടു പഠിക്കുന്നതും ബാംഗ്ലൂർ വന്ന് വിൻഡോസ് പഠിക്കുന്നതും ഒക്കെ എനിക്ക് കമ്പ്യൂട്ടർ അറിയാഞ്ഞിട്ടല്ല. കറക്റ്റ്, ഐ വാസ് യൂസിങ് കമ്പ്യൂട്ടർ എയർലി ഫോർ മൈ വർക്ക്. ശരിയല്ലേ? ആക്ച്വലി ഞാനിവിടെ പഠിക്കാൻ ശ്രമിക്കുന്നത് ഡിഫറെൻറ്റ് വേ ഓഫ് യൂസിങ്. നേരത്തെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു ബൈ വിത്ത് ഹെൽപ്പ് ഓഫ് മൗസ്. ഇവിടെ ഞാൻ കമ്പ്യൂട്ടിങ് ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് സൗണ്ട്. ഓക്കെ, ഇത് ഞാൻ ഈ സ്ക്രീൻ റീഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ റീഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ. ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം ഫോൺ. അപ്പോൾ ഞാൻ എക്സാമ്പിൾ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും വായിക്കുന്നത്? ഓക്കെ, ഞാൻ ലാപ്ടോപ്പിൽ കാണിക്കണോ അല്ല മൊബൈലിൽ കാണിക്കണോ? ഞാനിപ്പോൾ ഒരു മെസ്സേജ് അയക്കാം അജീഷ് ഖാൻ വാട്സാപ്പിൽ. ഓക്കെ, റൈദർ ലൈക്ക് ഹായ് എന്നോ എനിത്തിങ്. ഓക്കെ, അപ്പോൾ അപ്പോൾ അതെങ്ങനെയായിരിക്കും വായിക്കുന്നത്? ഇപ്പോൾ ഇത്
സാധാരണ ഫോണാണിത്, ഐഫോണാണ്. അപ്പോൾ ഈ ഫോണിൽ നമുക്കൊരു ഇൻബിൽറ്റ് സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇതെല്ലാ ഫോണിലും ഉണ്ട്, ഈവൻ ആൻഡ്രോയിഡിലും ഉണ്ട്, ഐഫോണിലും ഉണ്ട്. ഞാനിപ്പോൾ അത് ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കും, ഞാൻ എനേബിൾ ചെയ്യാൻ പോകുന്നത്. ക്യാമറയിൽ ഇച്ചിരി പൊക്കി വെക്കുകയാണെങ്കിൽ കാണാം. ഓക്കെ, ഇത് ഞാൻ അൺലോക്ക് ചെയ്യാണ് ഇനി. ഇപ്പോൾ ഞാൻ ഇവിടെ ഇപ്പോൾ വായിച്ചത് ഫോൺ 338 ന്യൂ ഐറ്റം, 338 മിസ് കോൾസ് ഉണ്ടെന്നാണ് അത് പറഞ്ഞത്. ഓക്കെ, അപ്പം വാട്സാപ്പ് ഞാൻ ഇതിനകത്ത് ഓപ്പൺ ചെയ്യാണ്. വാട്സാപ്പ് അപ്പോൾ ഇത് അപ്പോൾ അത് വായിക്കുന്നുണ്ട്. 873 ചാറ്റ്സ് ഉണ്ടെന്ന് പറയുന്നത്. ജോഷ് 4:42 PM എനിക്ക് ഹായ് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് അല്ലേ? അതാണ് പറഞ്ഞത്. അതാണ് പറഞ്ഞത്. ഇതെനിക്ക് ഇവിടെ ഇത് ജോഷിൻ്റെ ചാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ ഇത് വായിച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല, കാരണം ബൈ പ്രാക്ടീസ് ഇതിൻ്റെ സ്പീഡ് എനിക്ക് ഓക്കെയാണ്. ഇത് കുറയ്ക്കാം. ഇപ്പോൾ 65% ഐ മീൻ റേറ്റില്ല, ഐ മീൻ സ്പീച്ച് റേറ്റിലാണ് കിടക്കുമ്പോൾ. ഇപ്പോൾ പറഞ്ഞ എന്താണെന്ന് മനസ്സിലായോ? ഇല്ല. 100 മെസ്സേജ് എന്നാണ് പറഞ്ഞത്. ഹായ് എന്നൊരു മെസ്സേജ് ജോഷ് എന്നതിനകത്ത് റിസീവ് ആയിട്ടുണ്ട്. അതിൻ്റെ ടൈമും അത് പറയുന്നുണ്ട്. ഈ രീതിയിൽ എനിക്ക് ഈ മൊബൈൽ എല്ലാം യൂസ് ചെയ്യാൻ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഇനി ലാപ്ടോപ്പ് ആണെങ്കിലും സെയിം. ഇപ്പോൾ ജസ്റ്റ് ഇത് സാധാരണ വിൻഡോസ് ആണ്. ഈ ലാപ്ടോപ്പിൽ എനിക്ക് കോഡിംഗ് ഉൾപ്പെടെ എല്ലാം ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് കാണിക്കും. ഇതങ്ങ് ഡിസേബിൾ ചെയ്യാം. ഇത് എൻ്റെ ലാപ്ടോപ്പാണ്. ഞാൻ സാധാരണ രീതിയിൽ ഓൺ ചെയ്യുകയാണിത്. ഓക്കെ, സോ ദിസ് എ നോർമൽ ലാപ്ടോപ്പ്. അപ്പോൾ ഈ ലാപ്ടോപ്പിലും നമുക്ക് ഈ സ്ക്രീൻ റീഡറിൻ്റെ സപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇൻബിൽറ്റ് സ്ക്രീൻ റീഡർ ഉണ്ട്. അല്ലാണ്ട് തന്നെ ഞാൻ കുറേ കൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ജോസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലെറ്റ് മീ ഡെമോൺസ്ട്രേറ്റ് ഹൗ ഐ യൂസ് ദിസ് അവർ നോൺ AI ChatGPT. ഓക്കെ, അപ്പം ChatGPT ഓപ്പൺ ചെയ്യാണ് ഞാൻ. One thing what is happening here, I cannot use mouse. Okay. അപ്പം everything I do with the keyboard. Okay. ChatGPT open ആയി. Let me give the query. Okay. I am from EAST East KLLADA Canada. Kerala Cuspe T about and Wamag Village Cuspace WTA with AG images. കല്ലടാന്ന് വല്ലതും ഒന്ന് അടിച്ചേ, നമ്മുടെ നാടാന്ന് അടിച്ചേ. It is about I am from East Canada. Okay. And tell me about my village. Okay. With the pictures. Okay. ആണ് എൻ്റെ ക്വയറി കൊടുത്തിരിക്കുന്നത്. Enter thinking. It is getting processed. Virtual PC cursor. Main read. Okay, I think it would come. It will take time bit. വന്നു തോന്നുന്നു. വന്നു. Response. Now it's came. Okay. No prior headings at level 6 in this section. Wrapping to top. Chat history. Let me go from the bottom. Main region end. 1. Basic overview heading level 1. East ChatGPT said Okay, ChatGPT answered. Okay. Just let me read. East Canada, your village heading level 2. Open image details for Kizhogi Canada -Wikipedia button. Open image details 1. Basic overview heading level 1. Basic overview. List of 4. Olad East Canada left paren, also called Kizhogi Canada right paren, is a large village in column. Okay, I am just reading by using keyboard. Okay. So I not only reading. Including coding I would be able to do with കോഡ് ചെയ്യാനും നമുക്ക് ഇതിനകത്ത് ഇതേപോലെ തന്നെ പറ്റും. ഇതിനകത്ത് നമുക്ക് വെബ്സൈറ്റ് ആക്സസ് ചെയ്യാം. ഇതിനകത്തുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ വേർഡോ എക്സലോ അല്ലെങ്കിൽ പവർ മാപ്പർ പോലുള്ള സോഫ്റ്റ്വെയർസോ അല്ലെങ്കിൽ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യണം, കോഡ് ചെയ്യണം, അതിനുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം നമുക്ക് ഈ സ്ക്രീൻ റീഡറിൻ്റെ സപ്പോർട്ടോടെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ലെറ്റ് മീ ഷോ യു വൺ തിങ്. Open image details for Marthanda Varma. Open image details for Ashton Uti. Open image details for semicolon. Open in 4. Main region app. Start voice button. Start dictation. Add files and scroll to bottom. Response actions group. Space group and list of 3. Link Wikipedia. Link 159. East Canada is a small village. Okay. So it is everything whatever as you get in the normal way, everything received here, and you are able to read the content.
ബൈ വിഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപയോഗിക്കുന്നു, ഞാനത് കേട്ട് മനസ്സിലാക്കുന്നു. ദാറ്റ്സ് ആൾ ദ ഡിഫറൻസ്. ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര പ്രോഡക്റ്റ് വരെ ടെസ്റ്റ് ചെയ്തിട്ടാണ്, ഏതൊക്കെ ഡൊമൈൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ഈ ആക്സസിബിലിറ്റി എന്ന് പറയുന്നത്? ഞാൻ ഈ ആക്സസിബിലിറ്റി ഡൊമൈനിൽ വന്നിട്ട് ഏതാണ്ട് ഇപ്പോൾ 13+ years ആയി. അപ്പോൾ എൻ്റെ കരിയർ റീബിൽഡ് ചെയ്തത് ആ സൈറ്റ് ഓൾറെഡി കറക്റ്റ്. ഞാൻ ആ ആപ്ലിക്കേഷനിൽ കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ട് പിന്നെ ആ ഒരു ആപ്ലിക്കേഷനിൽ തന്നെ എൻ്റെ ടെസ്റ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ആക്സസിബിലിറ്റി ടെസ്റ്ററായിട്ട് വരുന്നത്. അപ്പോൾ ഓൾ ടുഗദർ ഒരു 100+ ആപ്ലിക്കേഷൻസ് ദാറ്റ് ഈസ് ഇൻ ഫ്രം ഡിഫറെൻറ്റ് ഡൊമൈൻ. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് വെബ്സൈറ്റ്സ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ബാങ്കിങ് വെബ്സൈറ്റ്സ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഓട്ടോമൊബൈൽ ക്ലയൻസിൻ്റെ വെബ്സൈറ്റ് നമ്മളുടെ, പിന്നെ IBM തന്നെ ഓൺ വെബ്സൈറ്റ്സ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മെനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ്സൈറ്റ്സ് ഐ ഓൾറെഡി കംപ്ലീറ്റഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ ഗസ്റ്റായിട്ട് വിളിക്കുന്നതിന് മുമ്പ് ലിങ്ക്ഡിനിൽ ഞാനൊന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ I see a lot of professional achievements there, ലൈക്ക് അവാർഡ്, പിന്നെ IBM അവാർഡ്, അങ്ങനെ കുറേ അവാർഡ്സ്, ഐ തിങ്ക്, പിന്നെ റെക്കഗ്നീഷൻസ്, യു ടോക്ട് ഇൻ മൗറീഷ്യസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. അതിനെപ്പറ്റിയൊക്കെ ഒരു ബ്രീഫ് തരാം. Okay, so you mean professional achievements? Okay, let me start with my personal achievements, whatever. Okay. See, actually, once I started to trying for a job, എൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് whatever I had earlier, I mean, എൻ്റെ സ്കിൽസ്, what I learned from my previous experience completely into mechanical side, correct? അവിടെ നിന്ന് എനിക്ക് പുതിയ സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ട ഒരു നീഡ് ഉണ്ടായിരുന്നു. അത് കമ്പ്യൂട്ടിങ്ങിലാണെങ്കിലും സാധാരണ ജനറിക് നോളജ് പോരാ. അത് പിന്നീട് ഞാൻ ടെസ്റ്റിംഗ് നോളജ് ഡെവലപ്പ് ചെയ്തെടുത്തു. അപ്പം അതിന് വേണ്ടിയിട്ട് കുറേ കോഴ്സസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്ലസ് മൈ ക്വാളിഫിക്കേഷൻ വാസ് വെരി ലെസ് ദാറ്റ് ടൈം. ഞാൻ പറഞ്ഞില്ലേ, IBM തന്നെ ഞാൻ മൾട്ടിപ്പിൾ ഇൻ്റർവ്യൂസ് ട്രൈ ചെയ്ത് ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടും ക്വാളിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ ക്വാളിഫൈഡ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 3-4 റിജക്ഷൻ അതിനകത്ത് വന്നു. അതുകൊണ്ട് മെനി ഇൻ്റർവ്യൂസ് ഐ ഫെയിൽഡ്, ടു ബി ഫ്രാങ്ക്. അപ്പം അവിടുത്തെ പ്രധാന പ്രശ്നം ക്വാളിഫിക്കേഷൻ ആയിരുന്നു. പിന്നീട് ഞാൻ BBA കംപ്ലീറ്റ് ചെയ്തു, പിന്നീട് ഞാൻ MBA ചെയ്തു. ഞാൻ ഐ ഹാവ് എ ഡ്രീം ടു ഡു PhD. അപ്പം അത് എൻ്റെ മനസ്സിലാഗ്രഹമുണ്ട്. അപ്പം അപ്പുറത്തെ സൈഡിൽ അഗെയിൻ ദ കമ്മ്യൂണിക്കേഷൻ വാസ് എ പ്രോബ്ലം. കറക്റ്റ്. സോ എനിക്ക് മലയാളം അല്ലാതെ നന്നായിട്ട് സംസാരിക്കാനായിട്ട് അറിയാം. ഐ വാസ് ഏബിൾ ടു സ്പീക്ക് ഇൻ ഹിന്ദി, ബട്ട് സ്റ്റിൽ ഹിന്ദി വാസ് നോട്ട് ദ റിക്വയർമെൻറ്റ് ദാറ്റ് ടൈം. കറക്റ്റ്. ഇംഗ്ലീഷ് നന്നായിട്ട് നമുക്ക് ഫ്ലുവൻ്റ് ആവണം. അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ ഒരു പ്രശ്നം ഞാൻ മറികടന്നു. ദർ വാസ് എ സ്റ്റോറി. ഓക്കെ, ലെറ്റ് മീ പുട്ട് ഇറ്റ് ഹിയർ. അപ്പോൾ ആ സമയത്ത് ഈ നോളജ് അക്വയർ ചെയ്യാനും ഈ പറയുന്ന ലാംഗ്വേജ് അക്വയർ ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ കണ്ടുപിടിച്ച മെത്തേഡാണ് ടീച്ചിങ്. I was what to say, I was trying to both by teaching. ടീച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ഒരു മണിക്കൂർ നമുക്ക് ക്ലാസ് എടുക്കണമെങ്കിൽ മിനിമം ഒരു 4 to 5 hours അതിൻ്റെ ഒരു ബാക്ക് എൻഡ് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യണം, ടൈം പഠിക്കണം അല്ലേ. അത് മാത്രമല്ല, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ലാംഗ്വേജ് ഉണ്ടായിരിക്കണം. സോ ബോത്ത് വിൽ ഗെറ്റ് പോളിഷ്ഡ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ടീച്ചിങ് ഒരു സൈഡ് സ്റ്റാർട്ട് ചെയ്തത്. ലെറ്റ് മീ കം ബാക്ക് ദ പോയിന്റ്. അപ്പം അഗൈൻ ലാംഗ്വേജ് അച്ചീവ് ചെയ്തു. റൈറ്റ് നൗ ഐ എം ഏബിൾ ടു സ്പീക്ക് 5 languages. 5 ലാംഗ്വേജ്. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ്, ബിറ്റ് ഓഫ് കന്നഡ. അപ്പോൾ ദർ ആർ മെനി അതർ, ബട്ട് കമ്മിങ് ബാക്ക് ടു ദ പ്രൊഫഷണൽ അച്ചീവ്മെൻറ്റ്സ്. അപ്പം എനിക്ക് 2018 ബെസ്റ്റ് പെർഫോമർ അവാർഡ് IBM കിട്ടി. 2018. അപ്പം IBM MNCയുടെ വൈസ് പ്രസിഡൻ്റ് എനിക്ക് അവാർഡ് അന്ന് തന്നു. അത് കഴിഞ്ഞിട്ട് മെനി ടൈംസ് ഐ ബിക്കം ദ ഗുഡ് പെർഫോമർ ഇൻ മൈ ടീം, ഇൻക്ലൂഡിങ് ലാസ്റ്റ് ഇയർ ഐ ഗോട്ട് ദ സെക്കൻഡ് അവാർഡ് ഫ്രം IBM ഫോർ മൈ പ്രോജക്റ്റ്. പെർഫോമർ അവാർഡ് കിട്ടി. 2025 എനിക്ക് ബെസ്റ്റ് പെർഫോമർ അവാർഡ് within the PWD community, I mean person with a disability community, person with a disability community private sector employees-ന്റെ കാറ്റഗറിയിൽ സ്റ്റേറ്റ് അവാർഡ് കിട്ടി. സോ അങ്ങനെ ബേസിക്കലി കരിയർ അച്ചീവ്മെൻറ്റ്സ് അതൊക്കെയാണ്. പിന്നെ ഒരു പ്രൗഡുള്ളതെന്ന് വെച്ചാൽ at once I was struggling without qualification. Right now I am taking over the learning and certification activities in my team. So we have around, അതായത് ഒരു സമയത്ത് ഇപ്പം നമ്മുടെ ടീമിൻ്റെ ട്രെയിനിങ് ആൻഡ് സർട്ടിഫിക്കേഷൻ്റെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നത് അജിഷ്. അതെ. എൻ്റെ ടീമിൽ അറൗണ്ട് 117 members ഉണ്ട്. Okay, you are a manager or? I'm not a manager. I am the next level of manager. I support my management. സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ആണ്. SME ആണ്. അപ്പോൾ ട്രെയിനിങ് ഇനിഷ്യേറ്റ് ചെയ്യുക. അത് പുതിയ ട്രെൻഡ് വരുമ്പോൾ, പുതിയ എംപ്ലോയീസ് ടീമിലേക്ക് വരുമ്പോൾ. ഈ 107 പേരും വിഷ്വലി ഇംപെയർഡ് ആണോ അതോ? അല്ല, നോർമൽ. നോർമൽ.
ആൾ ആർ എഞ്ചിനീയേഴ്സ്. ഓക്കെ. അതിനകത്ത് ലോ വിഷനായിട്ടുള്ള 2 പേരുണ്ട്, വേറൊരു ടോട്ടലി ബ്ലൈൻഡും ഉണ്ട്. ഐ എം ആൾസോ ടോട്ടലി ബ്ലൈൻഡ്. ഓക്കെ. സോ അതാണ് മറ്റൊരു അച്ചീവ്മെൻറ്റ്. സോ ആൾസോ right now I am into the next layer of management. So I am into assistant. Technical assistance കൊടുക്കുക എന്നുള്ളതാണ്. മാനേജേഴ്സിന് ടെക്നിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഡ്യൂട്ടി. സോ ഐ ടേക്ക് ഡിസിഷൻസ് ഫോർ ദ ടീം. അപ്പോൾ അതൊരു പ്രൗഡാണ്. ഇഫ് യു ആസ്ക് മീ അബൌട്ട് ദ പേഴ്സണൽ അച്ചീവ്മെൻറ്റ്സ്. ഓക്കെ. സോ ഇപ്പോൾ ഹൗ ഡു യു റീബിൽഡ്, അപ്പോൾ റീബിൽഡ് എന്ന് തന്നെ പറയണമല്ലോ, റീബിൽഡ് യുവർ ക്വാളിഫിക്കേഷൻസ് ടു അച്ചീവ് ഓൾ ദീസ്? ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പം ഈ റീബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം സൈറ്റുള്ള ഏരിയ കറക്റ്റ്. ഞാൻ ബാംഗ്ലൂർ വന്നത് ഒരു ജോലി വാങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ. അതെ. ഓക്കെ. അപ്പം ഇറ്റ് വാസ് ഹൈലി ഇൻറ്റൻസ്ഡ് ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി അതർ മെത്തേഡ്, ഐ ഡോണ്ട് ഹാവ് എനി അതർ വേ. എനിക്ക് സ്റ്റെപ്പ് ബാക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ കീപ് ട്രൈയിങ്. അപ്പോൾ നോ ദ അതർ വേ, കീപ് ഗ്രോയിങ്. അതാണ് ആക്ച്വലി നടന്നത്. അതിനകത്ത് ഭയങ്കര മിറക്കിളൊന്നും ചെയ്തിട്ടില്ല. അതിപ്പോൾ മൊബിലിറ്റി സ്കിൽസ് ആണെങ്കിലും, ഈ പറയുന്ന ലിംഗ്വിസ്റ്റിക് സ്കിൽസ് ആണെന്നുണ്ടെങ്കിലും, ഈ പറയുന്ന ഈ ഒരു ടെസ്റ്റിങ്ങിനകത്തുള്ള ടെക്നിക്കൽ നോളജ് ആണെങ്കിലും ഒക്കെ പതുക്കെ പതുക്കെ ബിൽഡായി വന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ അഡീഷണലി ഞാനിത് ഇതിനു വേണ്ടി ചെയ്തു കൊടുത്തതെന്ന് വെച്ചാൽ, ആസ് ഐ ടോൾഡ്, ഐ വാസ് സ്റ്റാർട്ട് ടേക്കിംഗ് സെഷൻസ്, ട്രെയിനിങ്ങുകൾ എടുക്കാൻ തുടങ്ങി. ഈ ട്രെയിനിങ്ങുകൾ എടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് എക്സ്പെർട്ടീസ് ആകും അതൊക്കെ കൊണ്ട്. അപ്പം ഐ വാസ് സ്റ്റാർട്ടഡ് ടു ഗെറ്റ് റെക്കഗ്നൈസ്ഡ് ആൾസോ ഇൻ ദാറ്റ് വേ. ഐ വാസ് എൻജോയിങ് ഇറ്റ്. അപ്പോൾ അതൊക്കെ കൊണ്ട് എൻ്റെ ടെക്നിക്കൽ നോളജും കൂടിയപ്പോൾ ആൾക്കാർ അത് സംശയങ്ങൾ ചോദിക്കാൻ ഞങ്ങൾക്ക് വരാൻ തുടങ്ങി. അത് അങ്ങനെ പതുക്കെ ഇതിനകത്ത് ഒരു ടെക്നിക്കൽ ട്രെയിനിങ്സ് ഞാൻ ഇൻവോൾവ് ആയി എന്നുള്ളതാണ്. ഐ എം ഡൂയിങ് മെനി തിങ്സ് ഇൻ ട്രെയിനിങ് ഫീൽഡ് റൈറ്റ് നൗ. ഓക്കെ. അപ്പോൾ ട്രെയിനിങ് ഫീൽഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ യു ആർ ഗിവിംഗ് ട്രെയിനിങ് അക്രോസ് ദ ഇന്ത്യ അല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ ഒരു അതിനകത്തൊന്നും ജസ്റ്റ് ലൈറ്റ് ഇടുമോ? അപ്പം അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, around 2012 onwards I start giving training. Okay, I was giving training in the sense, ഞാൻ വിഷ്വലി ഇംപെയർഡ് കമ്മ്യൂണിറ്റിക്ക് ട്രെയിനിങ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അത് ആദ്യം കർണാടക ബേസ്ഡാണ് ചെയ്ത് തുടങ്ങിയത്, എനേബിൾ ഇന്ത്യ അല്ലെങ്കിൽ ബാംഗ്ലൂർ ബേസ്ഡ് ഓർഗനൈസേഷൻസിന്. പിന്നീട് ഞാനത് തമിഴ്നാട്ടിൽ ഇൻവോൾവ് ആയി തുടങ്ങി. പിന്നീട് അത് കഴിഞ്ഞിട്ട് അങ്ങനെ കേരളത്തിൽ നിന്ന് തന്നെ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കേരള ഇവിടെ ട്രെയിനിങ് എടുക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്തു 2014. അന്ന് മുതൽ ഇന്ന് വരെയും KBയുടെ ഒരു ആക്റ്റീവ് പാർട്ട്ണറാണ് ഞാൻ ട്രെയിനിങ്ങിൽ. അപ്പോൾ എസ്പെഷ്യലി 2014 to 22 ഈ സമയത്ത് ഞാൻ ഒരുപാട് ട്രെയിനിങ്സ് കേരളത്തിൽ കാഴ്ചവരുന്നതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം സ്റ്റേറ്റ് ലെവൽ ട്രെയിനിങ്, എസ്പെഷ്യലി ഇൻ ദ കോവിഡ് ടൈമിൽ ഞാൻ മെനി ട്രെയിനിങ്സ് ഇൻ ദ സെൻസ്, എന്താ പറയുക, 6 months ട്രെയിനിങ്, 8 months ട്രെയിനിങ്, പല വർക്ക്ഷോപ്പുകൾ, അറൗണ്ട് 300+ ട്രെയിനിങ്സ് ഞാൻ ഈ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡിന് വേണ്ടി മാത്രം ചെയ്തിട്ടുണ്ട്, ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്, ഹെഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നത്. സോ ഐ മെയ്ഡ് എ ടീം ആൻഡ് മെയ്ഡ് എ കരിക്കുലം ആൻഡ് ഐ വാസ് യൂസിങ് ദ Zoom as the platform and everyone coming on the time and the trainer would go and give the training online. അപ്പോൾ ആ സമയത്ത് ഒരു ടെക് സപ്പോർട്ടായിട്ട് ഉണ്ടായിരിക്കുമോ? അങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത്? അതോ ആ കരിക്കുലം അത് ഫുള്ള് ഡിസൈൻ ചെയ്ത് എഴുതി തയ്യാറാക്കി അതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം പ്രിപ്പയർ ചെയ്ത് ഇവർക്ക് നമുക്കൊരു ക്ലാസ് പ്ലസ് അതിൻ്റെ ലേണിംഗ് കണ്ടൻറ്റ് പ്ലസ് അതിൻ്റെ എക്സസൈസ്. കമ്പ്യൂട്ടർ ട്രെയിനിങ് എടുക്കുന്നവരും വിഷ്വലി ഇംപയർഡ് ആയിരിക്കും. വിഷ്വലി ഇംപയർഡ് നമുക്ക് കേരളത്തിൽ പല എന്താ പറയുക ഏരിയയിൽ പല എക്സ്പെർട്ടീസ് ഉള്ളവരുണ്ട്. ഐ മേ ബി ഗുഡ് ഇൻ സ്ക്രീൻ റീഡർ, അതർ പേഴ്സൺ മേ ബി ഗുഡ് ഇൻ മൊബൈൽ. ഓക്കെ, someone else be good in some technology like audio editing. സോ പല ട്രെയിനിങ്ങുകൾ വരുന്ന സമയത്ത് അതിൻ്റെ എക്സ്പെർട്ടീസിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ട്രെയിനിങ് ഇനിഷ്യേറ്റ് ചെയ്യും. ജസ്റ്റ് നമ്മൾ അത് ഹെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഹൗ ഡു യു ഗെറ്റ് ഫിനാൻഷ്യൽ സപ്പോർട്ട് ഫോർ ഓൾ ദീസ് ആക്ട്? ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നത്? ഇതിന് ഫിനാൻഷ്യൽ സപ്പോർട്ട് Zoom വാസ് ദ പ്ലാറ്റ്ഫോം. കറക്റ്റ്. KBയിൽ ഉണ്ടായിരുന്ന സമയത്ത് അതിനകത്ത് ആക്ച്വലി ഐ വാസ് ഏണിങ് കറക്റ്റ് വൺ സൈഡ്. പിന്നെ ഫെഡറേഷൻ്റെ പ്രോഗ്രാമിന് ഫെഡറേഷൻ്റെ പൈസ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പം ഈ Zoom മാത്രമേ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ളൂ ഇതിനകത്ത്. ഇതിനകത്ത് സ്പോൺസർഷിപ്പ് വല്ലതും നോക്കുന്നില്ല? ഇല്ല, സ്പോൺസർഷിപ്പ് ഐ വിൽ കം ടു ദാറ്റ്. All this activity I was doing for the Federation of the Blind and other organization. Still I am doing as a volunteer for many organization. But what happened 2022, I just came out from this federation. In the sense from the responsibilities. I was the state level joint secretary there.
ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു സ്റ്റേറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ ഞാൻ റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഇതായിട്ട് ഐ ഫൗണ്ട് അനദർ ഓൺ ട്രെയിനിങ് ഓർഗനൈസേഷൻ കാൾഡ് നോൺ വിഷ്വൽ സൊല്യൂഷൻസ്. സൊല്യൂഷൻസ് നോൺ വിഷ്വൽ സൊല്യൂഷൻസ് ഇൻ ദ സെൻസ് ദ സൊല്യൂഷൻസ് can be done without vision. That's what non-visual solutions. Okay. So it is still continuing. It is still working all over India. Mm-hmm. So what we do is we conduct different training programs online, and different training programs in the sense it could be computer training, otherwise more different technical trainings like mobile or other different applications and all. That is one side. Mm-hmm. We also have the motivational programs like one of the program is Chat with Your Icon. We invite role models from the different domains. അത് കുഡ് ബി ഡിസേബിൾ, മേ നോട്ട് ബി ഡിസേബിൾ. അപ്പോൾ അവർ വന്നിട്ട് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു പ്രോഗ്രാമുണ്ട്. വി ഹാവ് മീറ്റ് ഫിനാൻഷ്യൽ ബിക്കോസ് ദ പ്രോബ്ലം വിത്ത് ദ കമ്മ്യൂണിറ്റീസ് ദേ ഡോണ്ട് ഹാവ് എ പ്ലാറ്റ്ഫോം ടു ഗോ ആൻഡ് എക്സ്പ്ലോർ ആൻഡ് ഷോ ദെയർ പൊട്ടൻഷ്യൽ ആൻഡ് ആൾ. സിറ്റിംഗ് അറ്റ് ഹോം. കറക്റ്റ്. ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പുറത്ത് വന്ന് ഞങ്ങൾ ചില മ്യൂസിക്കൽ കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യും, പ്രൈസ് കൊടുക്കും. അപ്പം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് വരും. ഞങ്ങൾ സെൻസിറ്റൈസേഷൻ പ്രോഗ്രാംസ്, പേരൻറ്റ് സെൻസിറ്റൈസേഷൻ പ്രോഗ്രാംസ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാമുകൾ ഈ ഓൺലൈനിൽ നടക്കും. മെനി പ്രോഗ്രാംസ്. സോ അക്കോർഡിംഗ് മീ ഇഫ് യു സേ നമ്പർ 275 programs I already completed online. Okay. So like that. So all this happening across India. Mm-hmm. And last time the first AA programs for the visually disabled, dedicated program I initiated, and it's went around 3 months. Mm-hmm. And right now again I am planning the second layer of that. Okay. ഇത് AA യൂസ് ചെയ്ത് നമ്മൾ ഇങ്ങനെ വിഷ്വലി ഇംപയർഡ് ആയിട്ടുള്ള AA എങ്ങനെ എങ്ങനെ നമുക്ക് വിഷ്വലി ഇംപയർഡിന് ഇത് സ്ക്രീനിൻ്റെ സപ്പോർട്ടോടെ ഉപയോഗിക്കാം എന്നുള്ള തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ. ഓക്കെ. അപ്പോൾ ഇനി ഞാൻ എൻ്റെ കുറച്ച് പേഴ്സണൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം അജിസാൻ ആക്ച്വലി കേരളം മൊത്തം ട്രാവൽ ചെയ്തിട്ടുണ്ടല്ലോ. കേരളം മാത്രമല്ല ഇന്ത്യ മൊത്തം. അപ്പോൾ യു വിൽ ഗെറ്റ് സപ്പോർട്ട്, റൈറ്റ്? മേ ബി ഓർ മേ നോട്ട്. പക്ഷേ നമ്മളിങ്ങനെ ഒരു കാഴ്ച പരിമിതനായിട്ട് ഒരാൾ റോഡ് നിൽക്കുമ്പോൾ ഐ എം ബിറ്റ് കൺഫ്യൂസ്ഡ്. വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ അയാളെ പോയി പിടിച്ച് റോഡ് ക്രോസ് ചെയ്യിപ്പിക്കണോ, അതോ അയാളെ മൈൻഡ് ഉണ്ടായാലും സ്വന്തമായിട്ട് നടന്നോളൂ? അപ്പോൾ വാട്ട് ഷുഡ് ഐ ഡു? ഞാൻ എന്താണ് അവിടെ ചെയ്യേണ്ടത്? അത് നല്ലൊരു ക്വസ്റ്റ്യനാണ് ജോഷ്. അത് നമുക്ക് എങ്ങും നമ്മളെ പഠിപ്പിച്ച് തരുന്നില്ല. ഒരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഹെൽപ്പ് വേണ്ട ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് നമുക്ക് എങ്ങും പഠിപ്പിച്ചു തരുന്നില്ല. നമ്മുടെ എഡ്യൂക്കേഷനകത്ത് എങ്ങും ഇതില്ല. അപ്പം ഇതെൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ് ഞാൻ. ഓക്കെ. അപ്പോൾ സാധാരണ നിലയിൽ ഒരു വിഷ്വലി ഡിസേബിൾഡ് നമുക്ക് വീട്ടിന് പുറത്ത് വരുന്ന ട്രാവൽ ചെയ്യാനായിരിക്കുമല്ലോ. ഓക്കെ. അപ്പം ജസ്റ്റ് വി ക്യാൻ ഗോ ആൻഡ് ആസ്ക് ഹിം ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, ഞാൻ എന്താ ചെയ്യുന്നത്, ഹൗ ക്യാൻ ഐ ഹെൽപ്പ്, ഡു യു വാണ്ട് എനി ഹെൽപ്പ് എന്നതായിട്ട് നമുക്ക് ചോദിക്കാം. അതാണ് ബെസ്റ്റ് അപ്രോച്ച്. പോയി ചോദിക്കാം. ഹി മേ ബി ദെയർ ഫോർ ക്രോസിങ് ദ റോഡ്, അല്ലേ? റോഡ് ക്രോസ് ചെയ്യാനായിരിക്കും നിൽക്കുന്നത്. ജസ്റ്റ് റോഡ് ക്രോസ് ചെയ്യുക, ഓക്കെ പറഞ്ഞ് പോരുക. ഓക്കെ. അതല്ലാന്നുണ്ടെങ്കിൽ അയാൾ എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് ബസ് കാത്തിരിക്കുക. അയാളുടെ പ്രശ്നം ബസ് ചിലപ്പോൾ നിൽക്കുന്ന ശബ്ദം കൊണ്ടോ അല്ലെങ്കിൽ കുറച്ചുള്ള ചെറിയ കാഴ്ച കൊണ്ടോ ഒക്കെ അറിയാം. പക്ഷേ എങ്ങോട്ടുള്ള ബസ്സാണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അയാളുടെ ബസ് വരുന്ന സമയത്ത് ജസ്റ്റ് അയാളുടെ വാതിലിനടുത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. ഓക്കെ. അപ്പം ഈ മേ ബി എക്സ്പെക്ടിങ് ടു ടെൽ ഹിസ് ദ റൈറ്റ് ബസ്, ബട്ട് ആ വാതിലിനടുത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. അതാണ് അവിടെ ചെയ്യേണ്ടത്. പിന്നെ നമ്മളൊരാൾ ഈ കെയിൻ കൊണ്ട് വാക്കിംഗ് ഉപയോഗിക്കുന്ന ഒരു അസിസ്റ്റീവാണ് ഈ വൈറ്റ് കെയിൻ. നമ്മളൊരിക്കലും ഈ വൈറ്റ് കെയിൻ കൊണ്ടുവരുന്ന ഒരാളുടെ കെയിനിൽ പിടിച്ച് പുള്ളി ചെയ്യരുത്. പുള്ളി ചെയ്യരുത്. കാരണം ഹീ ഹാസ് ഹിസ് ഓൺ വേ ഓഫ് നാവിഗേറ്റിംഗ് അറൗണ്ട്. അത് ഈ വൈറ്റ് കെയിൻ നമുക്കൊരു മാജിക് സ്റ്റിക്കൊന്നും അല്ല ഇത്. നമ്മുടെ 2 സ്പീഡിന് മുമ്പിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ ഇത്. പക്ഷേ ഇതിനകത്ത് പിടിച്ച് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഒരു നോർമൽ വേ ഓഫ് വാക്കിംഗ് ഉണ്ടല്ലോ, അത് ഡിസ്റ്റർബ് ആകും. കേൾക്കുന്നുണ്ടോ? അല്ല, അയാൾ നമ്മൾ കൈപിടിച്ച് കൊണ്ടുപോവാണെങ്കിൽ അയാൾക്ക് ആ സ്റ്റിക്ക് മടക്കി വെക്കാനുള്ള സമയം കൊടുത്തിട്ട് ഇറ്റ് ഈസ് ഗുഡ് ഇഫ് യു ഗിവ് മീ സം വാട്ട് ടു സേ വോയിസ് സിഗ്നേറ്റിംഗ്. അത് കാരണം എനിക്ക് ഒരു കൺഫർമേഷൻ പോലെ അത് ഫീൽ ചെയ്യും. ഗുഡാണത്. അപ്പം അതാണ് ചെയ്യേണ്ടത്. എവിടെയെങ്കിലും ഒരു വിഷ്വലി ഡിസേബിളിനെ കാണുവാണ്. കാരണം ഇവിടെ 2 കാര്യങ്ങളുണ്ട്. എന്തിനാണ് ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വലി ഡിസേബിൾഡ് ടോട്ടലി ബ്ലൈൻഡ്സ് മാത്രമല്ല. സി യു ഫീൽ ഐ എം ടോട്ടലി ബ്ലൈൻഡ്, കറക്റ്റ്, ബട്ട് ഐ ഹാവ് ലിറ്റിൽ വിഷൻ. ടോട്ടലി ബ്ലൈൻഡ് ആണ്.
but I have little vision. Okay, so I can see the lights around me. I can slightly see the laptop nearby kept. അപ്പം ഈ വിഷൻ്റെ ലെവൽ വേരി ആയിരിക്കും. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല അയാൾക്ക് വിഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സോ ഹിസ് നീഡ് ഈസ് ഡിഫറെൻറ്റ്. മനസ്സിലായി. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഈ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ബസ്സിൽ അല്ലെങ്കിൽ റോഡിൽ കാണപ്പെടുന്ന ഒരു ബിഗസ്റ്റ് ചാലഞ്ച് എന്താണ് അജിസ്ഥാന് നമ്മുടെ കേരളത്തിൽ? നമ്മൾ ഡിസോർഡേഡ് ആണ്. ഇപ്പോൾ ഐ വെൻറ്റ് ടു മൗറീഷ്യസ്. ഓക്കെ, ഇതാണ് എൻ്റെ ഒരു പുറത്തേക്കുള്ള എക്സ്പീരിയൻസ്. അവിടെ എന്ന് വെച്ചാൽ ഒരു കൺസിസ്റ്റൻസി ഭയങ്കരമാണ്. നമുക്കിപ്പോൾ ഒരു ഫുട്പാത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫുട്പാത്തിൽ നമുക്ക് റെയിൽ കറക്റ്റായിട്ടുണ്ടാകും. നമുക്ക് ആ റെയിൽ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ബസ് സ്റ്റോപ്പ് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ മാർക്കിങ്സ് വേറെ ഉണ്ടാകും. നമുക്ക് ഈ കൈനകത്ത് തന്നെ അത് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ നമ്മളുടെ മെട്രോ റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് നമുക്ക് എൻഗ്രേവ് ചെയ്ത ടൈൽ വെച്ചിട്ട് നമുക്കിതിൻ്റെ ഒരു ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ബൗണ്ടറി കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ കൊച്ചി മെട്രോയിലുണ്ട്. അപ്പോൾ ഈ മാർക്ക് നമ്മൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതൊരു വലിയ ഗൈഡൻസാണ്. ഇപ്പോൾ IBMൽ ഇപ്പോൾ നമ്മൾ എൻട്രൻസ് മുതൽ നമ്മളിരിക്കുന്ന ഫ്ലോറിലേക്ക്, ലിഫ്റ്റ് ലോബിയിലേക്ക്, വാഷ്റൂമിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ കഫ്റ്റീരിയയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടറിലേക്ക് പോകാനായിട്ട്, വാഷ് ചെയ്യുന്ന ഏരിയയിലേക്ക് പോകാനായിട്ടൊക്കെ നമുക്ക് ഈ ഫ്ലോർ ടാഗിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ നമ്മൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻഗ്രേവ് ചെയ്തിട്ടുള്ള ഒരു 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 ജസ്റ്റ് എന്താ പറയുക ഒരു ലൈൻ ഓഫ് ടൈൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ടാകും. നമ്മൾ ഈ ടൈലിനെ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് എങ്ങോട്ടാണ് ഇപ്പോൾ ഒരു ഡ്രിങ്കിങ് വാട്ടർ വെച്ചിരിക്കുന്ന ഇടം അങ്ങനെ പോകണം. നമുക്ക് അതിൻ്റെ ഒരു തവണ ഓറിയൻറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഫോളോ ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻക്ലൂസീവ് അപ്രോച്ചാണ്. എവറിത്തിങ് ഈസ് നോട്ട് പോസിബിൾ, ബട്ട് ദർ ആർ മിനിമം റിക്വയർമെൻറ്റ്സ്. അത് ലൈക്ക് നമുക്ക് ഒരു ട്രാഫിക് സിഗ്നലിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് പോകാനായിട്ട് നമുക്ക് കാണാം എപ്പോഴാണ് നമ്മുടെ റോഡ് ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്നതെന്ന് കാണാം അല്ലേ. ഈ റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, യെല്ലോ ലൈറ്റ് വെച്ചിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യും. പക്ഷേ നല്ല മെട്രോ സിറ്റീസിലൊക്കെ ലൈക്ക് ബാംഗ്ലൂർ അവിടെ ഇത് മൂന്നും അല്ലാണ്ട് നമുക്കൊരു എന്താ പറയുക, ഈ ഡിഫറെൻ്റ് ലേബിളിന് വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഗ്യാപ്പ് കൂടെ എക്സ്ട്രാ കൊടുക്കും. അവിടെ നമുക്കൊരു ബീപ്പ് സൗണ്ട് ഉണ്ടാവും. ഈ ഒരു സിഗ്നലിങ്ങും അല്ലാതെ ഈ ബീപ്പ് സൗണ്ട് വരുന്ന സമയത്ത് എല്ലാ സൈഡിൽ നിന്നുള്ള വെഹിക്കിൾസും സ്റ്റോപ്പ് ആകും. അപ്പം നമുക്ക് ക്രോസ് ചെയ്യാം. അവിടെ ഈ ബീപ്പ് സൗണ്ട് വരുന്ന സമയത്ത് എല്ലാ വെഹിക്കിൾസും സ്റ്റോപ്പ് ആകും. നമുക്ക് സിഗ്നൽ വന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടോ ഏത് ലൊക്കേഷനിലേക്ക് വേണമെങ്കിലും ക്രോസ് ചെയ്ത് പോകാൻ പറ്റും. ഇത് നമ്മുടെ അറ്റ്ലീസ്റ്റ് ഏറ്റവും തിരക്കുള്ള ഇടത്താവുമല്ലോ ആൾക്കാർ കൂടുതൽ നീഡിയായിട്ട് നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള മെയിൻ പ്ലേസസിലെങ്കിലും ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റിക്ക് വേണ്ടി മാത്രമല്ല, ഈ സീനിയർ സിറ്റിസൻസിന് ദൂരെ നിന്ന് വരുന്ന വണ്ടികൾ കാണാൻ പറ്റില്ല, അവർക്കൊക്കെ പതുക്കെ കൊണ്ട് ഇത് ഉപയോഗിച്ചൂടെ? മനസ്സിലായി അല്ലേ? അല്ലെങ്കിൽ പ്രായമുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് റോഡ് കിടക്കാൻ പറ്റില്ല, ദേ നീഡ് മോർ ടൈം. ശരിയല്ലേ? അപ്പോൾ എല്ലാവർക്കും ഗുണമാകും അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ. ശരിയല്ലേ? മനസ്സിലായി. ഒരു ഓൾ ഇൻക്ലൂസീവ് ടൗൺ പ്ലാനിങ് അല്ലെങ്കിൽ ഇതെല്ലാം നമ്മളുടെ എന്താ പറയുക സിവിൽ എഞ്ചിനീയറിംഗ് കോഴ്സിലുള്ളതാണ്. ഇറ്റ് ഈസ് നത്തിങ് ദേ ഡസ് നോട്ട് നോ. നമ്മുടെ പബ്ലിക് ബിൽഡിംഗ് ഒക്കെ വരുമ്പോൾ അവിടെയൊക്കെ റാമ്പ് ഉണ്ടാവണമെന്ന് ബൈ ഡിഫോൾട്ട് ലോയിലുള്ളതാണ്. ഇന്ത്യൻ വെബ്സൈറ്റുകളെല്ലാം ആക്സസിബിൾ ആയിരിക്കണമെന്ന് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഉള്ള സ്പെസിഫിക് സ്റ്റാൻഡേർഡ് തന്നെ ഉള്ളതാണ്. പക്ഷേ സ്റ്റിൽ എവറിത്തിങ് ഗെറ്റിംഗ് വയലേറ്റഡ്. ഓക്കെ, ഇപ്പോൾ ഞാനൊരു വിഷ്വലി ഇൻപേർഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ, അച്ഛൻ പള്ളിയിലിരിക്കുമ്പോൾ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. എന്നെ പറയാമോ, ഞാൻ ആരാന്ന് മനസ്സിലായോ, ഞാൻ എവിടെ നിൽക്കുന്നത് മനസ്സിലായോ, അല്ല കൈ കയറി പിടിച്ചിട്ട് പറ ആരാന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആക്ച്വലി ഹൗ യു ഫീൽ? ഗുഡ് ക്വസ്റ്റ്യൻ. നമ്മൾ സാധാരണ രീതിയിൽ ഈ കാഴ്ചയുള്ള ഒരു ഹായ് പറയുന്നു, ഹലോ പറയുന്നു, ഷെയ്ക്കാൻ കൊടുക്കുന്നു, അങ്ങനെയൊക്കെയുള്ള മെത്തേഡുണ്ടല്ലോ. അത് തന്നെയാണ് വിഷ്വലി ഇമ്പയർഡാണോ ആവേണ്ടത്. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ദംസെൽഫ് വിത്ത് നെയിം. ഓക്കെ, ഇപ്പോൾ ജോഷ് എന്നോട് വന്നിട്ട് ഹായ് പറയാം, ഞാൻ ജോഷാണ്. കേൾക്കുന്നുണ്ടോ പറയുന്നത്? ബിക്കോസ് ഐ ആം അണ്ടർസ്റ്റാൻഡിങ് യു ബൈ മൈ ഇയേഴ്സ്. കറക്റ്റ്. അപ്പം പേര് കേൾക്കുമ്പോൾ എനിക്ക് കറക്റ്റ് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പണ്ട് ഒരു 23 ഏജിന് മുമ്പ് കാഴ്ചയുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ജോഷ് വരുമ്പോൾ എനിക്ക് ജോഷിനെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. പക്ഷേ ഈ കണ്ട് മനസ്സിലാക്കുന്നതിൻ്റെ അത്ര ഈസി അല്ല കേട്ട് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇതാരാന്ന് പറയാവോ,
മേ ബി ദ പേഴ്സൺ ഈസ് വെരി ഡിയർ ടു അസ്. ശരിയല്ലേ? മനസ്സിലായി. എനിക്കത് പറയാൻ പറ്റില്ലെങ്കിൽ ഐ വിൽ ബി ഡിസപ്പോയിൻറ്റഡ്, ദ പേഴ്സൺ ആൾസോ വിൽ ഗെറ്റ് ഡിസപ്പോയിൻറ്റഡ്. ശരിയല്ലേ? അത് ഒരു നല്ല രീതിയല്ല, അപ്രോച്ച് അല്ല അത്. അപ്പോൾ അത് നമുക്ക് അയാളോട് ഇഷ്ടക്കുറവുണ്ടോ ഇറസ്പെക്റ്റീവായിട്ടുള്ള അങ്ങനെയൊന്നും അല്ല. അതൊരു ജെൻറ്റിൽ വേ അല്ല പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, ഐ മീൻ എസ്പെഷ്യലി വിഷ്വൽ ഡിസബിലിറ്റിയോട് ഇത് ഇങ്ങനെ ചോദിക്കുന്നത്. നമുക്ക് ഈ ഒരു പേഴ്സൺ വിത്ത് ഹിയറിംഗ് ബേർഡിനോട് പോയിട്ട് നമ്മൾ കഥ പറയുന്ന പോലെയാണ് അങ്ങനെ ഒരു പ്രശ്നം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? മനസ്സിലായി. അപ്പോൾ എനിക്ക് തോന്നുന്നു യു ആർ ദ ഫസ്റ്റ് ബ്ലൈൻഡ് സോഫ്റ്റ്വെയർ ടെസ്റ്റർ ഇൻ കേരള, റൈറ്റ്? ഫോർച്ചുനേറ്റ്ലി. അപ്പോൾ അതല്ലാതെ വേറെ എന്തെങ്കിലും ബിഗർ ഹൈലൈറ്റ്സ് ഇൻ യുവർ ലൈഫ് ഒന്ന് ചുരുക്കി പറയാമോ? എന്താ പറയുക, ഞാൻ 2012 ഒരു സോഫ്റ്റ്വെയർ ടെസ്റ്റർ എന്നുള്ളൊരു പൊസിഷനിലേക്ക് വരുന്നത്. ഓക്കെ. അപ്പം അന്ന് കേരളത്തിൽ ഈ പ്രൊഫഷണലായിട്ട് ഇത് തിരഞ്ഞെടുത്ത വിഷ്വലി ഡിസേബിൾ ആയിട്ടുള്ള ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതർ പീപ്പിൾ ഔട്ട് ഓഫ് കേരള, കേരളത്തിന് പുറത്തുണ്ടായിരുന്നു. അപ്പം പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ട്രെയിനിങ്സ് ഒക്കെ കൊടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞില്ലേ. അപ്പം മേ ബി നോട്ട് ഓൺലി ഫ്രം മൈ ട്രെയിനിങ്, എന്താ പറയുക, പിന്നീട് ഈ അക്സസിബിലിറ്റി എന്ന് പറയുന്ന ഡൊമൈനിൽ ആ ഡൊമൈനും ഭയങ്കര സ്ട്രോങ് ആയിരുന്നില്ല ആ സമയത്ത്. ഓക്കെ. അപ്പം കുറേ ആൾക്കാരെ എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റി. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് കേരളത്തിൽ നിന്ന് തന്നെ, ഒരു 3-4 പേര് ഇപ്പോൾ ഈ ഡൊമൈനിലുണ്ട്. ഓക്കെ. അതിനകത്ത് പലരെയും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ഈ കമ്പനീസ് ഇവരെയൊക്കെ അക്സെപ്റ്റ് ചെയ്യും? ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ. നമുക്ക് ഈ അക്സസിബിലിറ്റി വാലിഡേഷനകത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെബ്സൈറ്റ് ആസ് പെർ ദ വെബ്സൈറ്റ് ഗൈഡ് ലൈൻസ് അക്സസിബിലിറ്റി ഇതിനകത്ത് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കണം എന്നുണ്ട്. ഓക്കെ. സോ ഇത് UNCPRD ആക്ട് വെച്ചിട്ടും ചില കൺട്രി ബേസ്ഡ് ആക്ട്, ഇപ്പം അമേരിക്കയിലാണെങ്കിൽ AD അമേരിക്കൻ ഡിസബിലിറ്റി ആക്ട്, സെക്ഷൻ 508 ആക്ട് ഒക്കെ ഉണ്ട്. യൂറോപ്പിലെ എല്ലാ കൺട്രീസും അവരുടെ ഗൈഡ് ലൈൻ, ഈ യൂറോപ്യൻ നാഷൻസ് 304 ഗൈഡ് ലൈൻ വെച്ചിട്ട്, ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വെബ്സൈറ്റ് അക്സസിബിലിറ്റി ഗൈഡ് ലൈൻ വെച്ചിട്ടൊക്കെ ഇതൊരു ആസ് പെർ ലോ ഇത് മാൻഡേറ്റ് ആണ്. ഓക്കെ. അത് മാൻഡേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ് എൻ്റെ കൺസോൾ W3Cക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പം ബൈ ഡിഫോൾട്ട് എല്ലാ ഡെവലപ്പേഴ്സും ഈ സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്തിരിക്കണം. 50 ചെക്ക് പോയിൻറ്റ്സ് ആൻഡ് ആൾ. ഓക്കെ. ഈ ചെക്ക് പോയിൻറ്റ്സ് ചെക്ക് ചെയ്യുന്നത് ഈ പല പല ടൂൾസ് വെച്ചിട്ടാണ്. അപ്പം അതങ്ങനെ ചെക്ക് ചെയ്യാൻ കാരണം എല്ലാ തരത്തിലുള്ള എന്താ പറയുക ഡിസബിലിറ്റിയും ഇതിനകത്ത് ഇൻക്ലൂഡ് ആവണം എന്നുള്ളത് വെച്ചിട്ടാണ്. അപ്പം അതിനകത്ത് 30 ചെക്ക് പോയിൻറ്റുകൾ ചെക്ക് ചെയ്യേണ്ടത് ഈ സ്ക്രീൻ റീഡർ എന്ന് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അതിനകത്ത് മാഗ്നിഫയർ യൂസേഴ്സ് ഉണ്ട്, അതിനകത്ത് കീബോർഡ് മാത്രം യൂസ് ചെയ്യുന്നവരുണ്ട്, അതിനകത്ത് കളർ ബ്ലൈൻഡ്നെസ്സിന് ഉള്ള പ്രശ്നമുള്ള എസ്പെഷ്യലി ഫോക്കസിങ് ഫോർ സീനിയർ സിറ്റിസൺ, അങ്ങനെയുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും ഏതാണ്ട് മോർ ദാൻ ഹാഫ് ചെക്ക് പോയിൻറ്റ്സ് വയലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീൻ റീഡർ ഒരു സ്കില്ലാണ്. ഓക്കെ. ദാറ്റ് ഈസ് എ ഇൻഡസ്ട്രിയൽ ഡിമാൻഡ് അല്ലേ. പക്ഷേ അതർ സൈഡ് ഇത് എൻ്റെ ഒരു ബൈ ഡിഫോൾട്ട് ഒരു ഡേ ടു ഡേ നീഡ് കൂടാണ് ഈ സ്ക്രീൻ റീഡർ എന്ന് പറയുന്നത്. സോ ബെറ്റർ ദാൻ മീ നോ വൺ ക്യാൻ ഡു ദാറ്റ്. കറക്റ്റ്? ശരിയല്ലേ പറയുന്നത്? സോ അതാണ് ഇവിടുത്തെ സ്ക്രീൻ റീഡർ അല്ലെങ്കിൽ ബ്ലൈൻഡ് അല്ലെങ്കിൽ വിഷ്വലി ഡിസേബിളിന് ഇതിനകത്തുള്ളൊരു സാധ്യത. മനസ്സിലായി. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ടോപ്പ് 5 ഹൈലൈറ്റ്സ് ഇൻ ലൈഫ് ആണ്. എൻ്റെ കൂടെ ഫാമിലിയെ പറ്റിയും ഒന്ന് പറഞ്ഞു പോക്കാം. ഓക്കെ. ഇപ്പം ഈ ടോപ്പ് 5 പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അതിനകത്ത് ദ ഫസ്റ്റ് ആസ് യു സൈഡ്, എനിക്ക് ഈ വിഷ്വലി ഡിസേബിൾ ആയിട്ടുള്ള ഫസ്റ്റ് സ്ക്രീനിയുടെ ടെസ്റ്റ് പ്രൊഫഷണലാവാൻ കേരളത്തിൽ നിന്നുള്ള ആളാവാനായിട്ട് പറ്റി എന്നുള്ളതാണ്. രണ്ടാമത് ഈ സ്റ്റേറ്റ് അവാർഡ് 2025 റിസീവായി. പിന്നെ 2 തവണ IBMൻ്റെ ബെസ്റ്റ് പെർഫോമർ അവാർഡ് കിട്ടി. പിന്നീട് എന്താ പറയുക, ഐ വുഡ് ഏബിൾ ടു റീബിൽഡ് മൈസെൽഫ് ആൻഡ് ഐ ഹാഡ് ടു എന്താ പറയുക, ഒരു വെരി വെരി വേസ്റ്റ് സിറ്റുവേഷനിൽ നിന്ന് ചില കാര്യങ്ങൾ എല്ലാ കാര്യവും നടന്നില്ലെങ്കിലും ഒരു വേറൊരു എന്താ പറയുക ഒരു സേഫ് ലെവലിലോട്ട്, ഐ മീൻ ഫിനാൻഷ്യലി സേഫ് ലെവലിലേക്ക് എനിക്ക് ഫാമിലിയെ കൊണ്ടുവരാനായിട്ട് പറ്റി. മൈ ബ്രദേഴ്സ് ഗോട്ട് ഗുഡ് എഡ്യൂക്കേഷൻ, വീട് വെച്ചിട്ടുണ്ട്, വീട്, കാർ വാങ്ങി, അതെല്ലാം പേഴ്സണലി കണക്റ്റഡ് ആണ്. ഐ ഗോട്ട് മാരീഡ്, അതും ഒരു വലിയ കാര്യമാണ്. അപ്പം യെസ് ഓഫ് കോഴ്സ്. അപ്പം all together I'm satisfied, and more than that I would give back to society, and many people got employed or got educated from me. കുറേ പേരുണ്ട്. കുറേ, more than I can say more than 2000. ഓക്കെ. ആൾക്കാർ ട്രെയിൻ ചെയ്തു ഞാൻ എൻ്റെ ട്രെയിനിങ്. ഇപ്പോൾ ഐ എം ഫ്രം
last 15 years I'm giving volunteer training. Not getting any payment. I'm not nothing like that. Okay. Just completely purely volunteer. ഓക്കെ. അപ്പോൾ more than 2,000 people I can say from 5 different states, otherwise all over India I can say. അതൊരു വലിയ ഫുൾഫിൽമെൻ്റ് ആണ് എനിക്കത്. അപ്പം ഐ ആൾസോ ഗെയിൻഡ് മെനി എക്സ്പെർട്ടീസ് വിത്ത് ദാറ്റ് ടു. പിന്നെ എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതൊക്കെ ലൈഫ് അച്ചീവ്മെൻറ്റ്സ് ആണ്. പിന്നെ പേഴ്സണൽ ലൈഫിലോട്ട് വരുമ്പം ആസ്റ്റ് ഓക്കെ ആക്ച്വലി ഐ ഗോട്ട് മാരീഡ് ഇൻ 2018. സോ വൈഫിൻ്റെ പേര് ജാനറ്റ് എന്നാണ്. അപ്പം അവളിപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിൽ അസിസ്റ്റൻറ്റ് മാനേജറാണ്. ഓക്കെ. അപ്പോൾ ആളിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഷീ ഈസ് ഗിവിങ് ദ ഫുൾ സപ്പോർട്ട് റൈറ്റ് നൗ. വെരി ഗുഡ്. സോ ബ്ലെസ്ഡ്. അപ്പം അത് എന്താ പറയുക, ഒരു ആഡ് ഓൺ ഹൈലൈറ്റ് ആണ്. അതൊരു ഹൈലൈറ്റ് ആണ് ഉറപ്പായിട്ടും. പിന്നെ വീട്ടിൽ 2 ബ്രദേഴ്സ്, രണ്ടാമത്തെ ആൾ പോലീസിലാണ്, മൂന്നാമത്തെ ആൾ എയർടെലിലെ ഏരിയ മാനേജറാണ്. ഓക്കെ. പിന്നെ അമ്മ. ഓക്കെ. സോ ഇപ്പോൾ നീ എൻ്റെ ഒരു പേഴ്സണൽ ഭയങ്കര, ഞാൻ എപ്പോഴും ഈ ഒരു സെഗ്മെൻറ്റ് ഭയങ്കര എൻജോയ് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളതാരാണ്? അല്ലെ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി വാട്ട് ഈസ് യുവർ പെർസ്പെക്റ്റീവ് ഓൺ ഗ്രാറ്റിറ്റ്യൂഡ്? ഓ മൈ ഗോഡ്, ഇത് അസൈറ്റുകൾ സി, ഞാൻ ഒരു സമയത്ത് ഓൺലി ഐ ഹാവ് ഡ്രീംസ്. കറക്റ്റ് ശരിയല്ല പറയുന്നത്. എനിക്ക് അവിടെ പോകണം, അവിടെ പോയി പഠിക്കണം, ബാംഗ്ലൂർ വരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും അന്ന് തന്നെ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ബൈ ഗൈഡൻസ് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. ഒരുപാട് പേര് എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തു. അന്ന് എന്നെ എനിക്ക് സ്പോൺസർഷിപ്പ് തന്ന ആൾ പല തലമുറയായിട്ട് പല രീതിയിൽ എനിക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എന്നെ ഫ്രണ്ട്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്പോൺസർഷിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരുപാട് പേര് എന്നെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് ടൈമും എഫേർട്ടും സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എൻ്റെ ഒരുപാട് എന്താ പറയുക ഔട്ട്കമ്മിന് പിന്നിലുണ്ട്. അപ്പം ഒരുപാട് പേരുടെ എഫേർട്ടിൻ്റെ ഒരു എക്സാക്ട്ലി അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അത് ഇറ്റ്സ് ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് ഗോഡ് ഗ്രേസ്. ആരെങ്കിലും ഒരാളുടെ പേരുണ്ട് ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള? അങ്ങനെ ഒരാളുടെ പേര് പറഞ്ഞാൽ അത് തെറ്റായി പോകും. അത് ഒരുപാട് പേരുടെ എനിക്ക് ഇപ്പം എന്താ പറയുക, അത് നമ്മുടെ ലൈഫ് കംപ്ലീറ്റ് ഡിപ്പെൻഡൻസി ഉണ്ട്. അപ്പം ആ ഒരു തോട്ടും എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഒരുപാട് പേരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. വി ആർ നോട്ട് കേപ്പബിൾ ടു ഡു ദാറ്റ്. അപ്പോൾ അതും എനിക്ക് സംതിങ് ഐ ഹാവ് ടു ഗിവ് ബാക്ക് ടു. കറക്റ്റ്, അതും ഒരു കാര്യമാണ് ഈ ട്രെയിനിങ്ങിനകത്ത് ഇപ്പോഴും ഞാൻ ആക്റ്റീവായിട്ട് നിൽക്കുന്നതിൽ. കാരണം വിഷ്വലി ഡിസേബിളിന് ഒരു ജോലി എന്ന് പറയുന്നത് ഒരു ലൈഫാണ്. ശരിയല്ല? വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ ജോബ്. സാധാരണ ഒരു ജോബ് നമ്മൾ പറയും ഇൻക്ലൂസീവ് ആണ് എല്ലാവരും, പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഈസ് ബിസിനസ്. കറക്റ്റ്. അതെ. അപ്പം നമ്മൾ ഒരാളെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി തിങ്ക് ഓൾ ദ വേ ഇയാൾ എൻ്റെ ബിസിനസ്സിൽ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുമോ, അറ്റ്ലീസ്റ്റ് ഒരു 4 to 5 times അല്ലെ 10 times റവന്യൂ ജനറേഷൻ ഉണ്ടെങ്കിൽ മാത്രമല്ലോ നമ്മൾ ഹയർ ചെയ്യണം. പ്രോഫിറ്റബിൾ ഓൺലി ദ പേഴ്സൺ വിൽ ഹയർ എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി. കറക്റ്റ് അല്ലേ എംപ്ലോയർ? അപ്പോൾ ആ തരത്തിൽ നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പം ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഭയങ്കര കുറവാണ്. എസ്പെഷ്യലി ഈ കേരളത്തിലെ വിഷ്വലി ഡിസേബിളിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എവരി വൺ ആർ ക്വാളിഫൈഡ്, പക്ഷേ ദ കോമ്പിറ്റൻസി ലെവൽ ഈസ് ലെസ്. കറക്റ്റ്, ട്യൂഷനറി അല്ലേ? അപ്പം ഇവരെ ഒരു കോർപ്പറേറ്റ് സെക്ടറിൽ ഇവരെ കോമ്പിറ്റൻ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള പല സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങുകൾ വേണം. അപ്പം ഒരു സമയത്ത് കേരളത്തിൽ ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. ഒരു ട്രെൻഡ് എപ്പോഴും ഗവൺമെൻറ് ജോലി എന്നുള്ള മാത്രമാണ്. മനസ്സിലായി. ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറി. എങ്കിലും അപ്പം ഇതിനകത്തൊക്കെ ഇൻവോൾവ് ആവാൻ പറ്റി. ഒരുപാട് പേർക്ക് അതിലൂടെയൊക്കെ ജോലി കിട്ടി എന്നറിയുന്നതിനകത്ത് ഒരു സന്തോഷമുണ്ട്. ഇത് എൻ്റെ ഒരു ഇമാജിനേറ്റീവ് ക്വസ്റ്റൻ ആണ്. നാളെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അജീഷാന് ഫുൾ ഐസൈറ്റ് ബാക്കാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. അജീഷാൻ ഇത്രയും നാൾ ബിൽഡ് ചെയ്തതെല്ലാം വീണ്ടും വാല്യൂ ഇല്ലാതായി പോയി. കാരണം വിഷ്വലി ഇമ്പയർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഇത്രയും സ്കില്ല് ഡെവലപ്പ് ചെയ്തത്. ടുമോറോ മോർണിംഗ് അജീഷാന് ഫുൾ ഐസൈറ്റ് വരുവാണ്. സോ ഹൗ യു ഫീൽ? ആക്ച്വലി ദാറ്റ് ഈസ് എ വെരി കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പം നമുക്ക് ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്റ്റേഷനിൽ എനിക്കിപ്പോൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഫുൾ വിഷൻ ഒന്നും വേണ്ട. ഐ ഡോണ്ട് വിഷ് ടു ഗെറ്റ് ഇറ്റ് ബാക്ക്. സീരിയസ്ലി ഐ എം ടെല്ലിങ്. ഓക്കെ, നോട്ട് ഫ്രം ദ ബ്രെയിൻ, ഐ എം ടെല്ലിങ് ഫ്രം ഹാർട്ട്. ഇപ്പോൾ എൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹമില്ല. I don't have that much. See, I need my mobility back.
ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു പുതിയ സ്ഥലത്ത് എനിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ അഡാപ്റ്റ് ആവുന്നിടം വരെ എനിക്ക് ഡിപ്പെൻഡൻസി ഉണ്ട്. ഇപ്പം ഞാൻ ഈ ബിൽഡിങ്ങിൽ വന്നു, അപ്പോൾ ഇവിടെ എനിക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണമെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് ആദ്യം കാണിച്ചു തരണം എവിടെയാണ് ഡ്രിങ്കിങ് വാട്ടർ വെച്ചിരിക്കുന്നതെന്നുള്ളത്, അല്ലേ? ശരിയല്ലേ? പക്ഷേ എനിക്ക് തനിയെ ഇപ്പം എനിക്ക് ചുറ്റിനുമായിട്ടുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു വിഷൻ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഡിപ്പെൻഡൻസി ഉണ്ടാവില്ലായിരുന്നു. ശരിയല്ലേ? ബട്ട് സ്റ്റിൽ ഐ മേ നോട്ട് ഏബിൾ ടു റീഡ് ദ ടെക്സ്റ്റ് റീഡ് ചെയ്യാൻ എനിക്ക് അസിസ്റ്റീവ് വേർഡ്സ് ഉണ്ട്. സോ ഐ ക്യാൻ യൂസ് ദോസ് തിങ്സ് ആൻഡ് ഐ ക്യാൻ കുക്കിംഗ് ഒക്കെ ചെയ്യുമോ? ഐ എം നൈസ്ലി കുക്ക്. ഓക്കെ. ഇപ്പം എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ അതാണ്. അപ്പം ഐ കനോട്ട് ഡു ഫ്യൂ തിങ്സ് ലൈക്ക് മേക്കിംഗ്. ദോശ ഉണ്ടാക്കാനൊന്നും പറ്റില്ല, പക്ഷേ ജോഷി വീട്ടിൽ വരികയാണെങ്കിൽ ഞാൻ ഇഡ്ഡലി സാമ്പാറൊക്കെ നൈസായിട്ട് ഉണ്ടാക്കി തരും. ഓക്കെ. ചിക്കനും നല്ല മീൻകറിയൊക്കെ ഉണ്ടാക്കും. ഞാൻ തനിയാണ് ഇപ്പോൾ താമസിക്കുന്നത് ബാംഗ്ലൂർ. അപ്പോൾ ഇതൊക്കെ പറ്റും. പക്ഷേ മൊബിലിറ്റി ഇഷ്യൂ ഉണ്ട് തുടക്കത്തിൽ. ഇപ്പോൾ ഈ കാഴ്ച ഇപ്പോൾ തിരിച്ച് കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? സാധ്യതയുണ്ട്. അപ്പോൾ ടെക്നോളജിയൊക്കെ ഒരുപാട് ഇവോൾവ് ആവുന്നുണ്ട്. ഇപ്പം ഇലക്ട്രോണിക്സ് ഐ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആൾറെഡി ഡെവലപ്ഡ് ആയിട്ടുണ്ട് സക്സസ്ഫുള്ളി. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 50 to 60 lakhs ആണ്. അത്രേ ഉള്ളൂ. ഓക്കെ. 50 to 60 lakhs ആണ്. അതിനകത്തോട്ട് സ്പെൻഡ് ചെയ്യാൻ താല്പര്യമില്ല ഇപ്പം. ഐ എം നോട്ട് ഫിനാൻഷ്യലി ഐ എം നോട്ട് കേപ്പബിൾ ടു ഡു ദാറ്റ് റൈറ്റ് നൗ. അതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ത്യയിലുണ്ടോ അതോ? ഇന്ത്യയിൽ ടാറ്റ റിസർച്ച് ഫൗണ്ടേഷൻ ഹൈദരാബാദ് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ട്. പക്ഷേ കൂടുതലും അതിൻ്റെ ടെക്നോളജി നടക്കുന്നത് ഓസ്ട്രേലിയയും US ആയിട്ടാണ്. അപ്പോൾ അവർ ആൾറെഡി ഇത് ലയൻസ് വിഷനിൽ നമുക്കിത് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇറ്റ് ഈസ് നോട്ട് പ്രൊവൈഡിങ് ഹ്യൂമൻ വിഷൻ, ലയൻസ് വിഷൻ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ. ബട്ട് ദാറ്റ് ഈസ് എനഫ്. കറക്റ്റ്. കളർ കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ, പക്ഷേ ബാക്കിയൊക്കെ പറ്റും. ഓക്കെ. ഗ്രേറ്റ്. അപ്പോൾ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ. ഓക്കെ. ഇത് കാണുന്ന ഒരു 20-year-old വിഷ്വലി ഇംപെയർഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ വാട്ട് യു വോണ്ട് ടു സേ ടു ഹിം? ഇപ്പം ഞാൻ എങ്ങനെയാണ് വിഷൻ എൻ്റെ ലൈഫിനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ലൈഫിൽ ഒരുപാട് ഭയങ്കര ഒരു ബുദ്ധിയുള്ള ആളായിട്ടൊന്നും നമുക്ക് അതൊന്നും അല്ല അതിനകത്ത് മാറ്റർ. അതിനപ്പുറത്ത് നമുക്ക് ഈ എന്തെങ്കിലും ആകണം എന്നുള്ള ആഗ്രഹമുണ്ടല്ലോ. ഇപ്പം ജോഷ് ഏതോ ഒരു സമയത്ത് ഡ്രീം ചെയ്തത് കൊണ്ടാണ് ജോഷ് ബിടെക് കംപ്ലീറ്റ് ചെയ്തത്. ശരിയല്ലേ? യു സെറ്റ് ദ ബോൾ റണ്ണിങ്. അത് കഴിഞ്ഞിട്ട് അതങ്ങ് സംഭവിച്ചു. ശരിയല്ലേ? നമുക്ക് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു സമയത്ത് നമ്മൾ ആഗ്രഹിച്ചതാണ്. അത് കഴിഞ്ഞ ബോൾ തോട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക, ഡിറ്റർമിനേഷൻ ഉണ്ടാവുക, അതങ്ങ് മനസ്സിൽ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക. തനിയെ കാര്യങ്ങളെല്ലാം നടക്കും. പിന്നീട് നമുക്ക് ഇതിനകത്ത് വേണ്ടതെന്ന് പറയുന്നത് നമുക്കുള്ള സ്കില്ലും നമുക്കുള്ള നോളജും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. അത് എത്രത്തോളം അഗ്രസീവായിട്ട് നമ്മൾ ഇത് രണ്ടും ഗെയിൻ ചെയ്യുന്നോ അത്ര പെട്ടെന്ന് നമ്മളിലേക്ക് ആൾക്കാർ വന്നു തുടങ്ങും. ഓക്കെ. ആൻ എക്സ്പേർട്ട് വിൽ ബിക്കം ആൻ എക്സ്പേർട്ട് വിത്ത് 1000 hours 10,000 hours ഓഫ് പ്രാക്ടീസ് എന്നാണ് പറയാം. അപ്പം ഒരാൾ 10,000 hours ഓഫ് പ്രാക്ടീസ്. അപ്പം നമ്മളൊരു ജോലിയിൽ കയറുമ്പം നമുക്കൊന്നും അറിയില്ല. ശരിയല്ലേ? ഐ നോ കമ്പ്യൂട്ടിങ് ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ദേ ഡു ദിസ് ഫാസ്റ്റ്. അല്ലേ? അങ്ങനെയല്ലേ സാധാരണ? നമ്മൾ 1/2 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന കാര്യം അറിയാവുന്നതിന് 5 minute കൊണ്ട് ചെയ്യും. അല്ലേ? നമ്മളൊരു 3 വർഷം കൊണ്ട് എന്ത് പറ്റും? നമ്മൾ ഈ സ്കില്ല് ഗെയിൻ ചെയ്യും. ശരിയല്ലേ? ആ 3 വർഷം നമ്മൾ സമയമെടുത്താൽ അതിനകത്ത് എക്സ്പെർട്ടൈസ്ഡ് ആവാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് ആൾക്കാർ വരും. ശരിയല്ലേ പറയുന്നത്? അത് സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പം അതൊരു പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിലും നോൺ ഡിസേബിൾ ആണെന്നുണ്ടെങ്കിലും ദ പീപ്പിൾ വിൽ റീച്ച് ടു യു. ലൈഫിൽ യു ക്യാൻ അച്ചീവ് വാട്ട് എവർ യു വാണ്ട്. യെസ്. ഇത്രയും നേരം എന്നോട് എനിക്ക് തോന്നുന്നു നമ്മൾ ആഫ്റ്റർ ആ ആക്സിഡൻറ്റ് അധികം ഇൻട്രാക്ട് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. അതെ, ഒരുപാട് അതെ. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വരികയും ടു ഓപ്പൺ അപ്പ് ടു ദ എക്സ്റ്റെൻറ്റ് യു ക്യാൻ അതൊക്കെ ചെയ്തതിന് എൻ്റെ ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഞാനിപ്പോഴും ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ചോദിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് അതൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടു ബീക്കം എ പാർട്ട് ഓഫ് മൈ ലൈഫ്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ യു ടു കം ഇൻ ടു മൈ സ്റ്റേജ്. ഈ ഒരു പോഡ്കാസ്റ്റിൽ വന്നിരിക്കുക, ഇത്രയും വലിയ ഡീപ്പ് നോളജ് ഷെയർ ചെയ്യുക, ഇൻസ്പയർ ചെയ്യുക, ഇതൊക്കെ ചെയ്തതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ലെറ്റ് മീ ടെൽ സംതിങ്. ജോഷിന് ഇത്രയും എന്താ പറയുക